പ്രശ്നമുള്ളത്, നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് പഴയ കാര്യങ്ങൾ, കാലഹരണപ്പെട്ട കാര്യങ്ങളൊന്നും കഴിയുന്നതും നമ്മൾ ഒഴിവാക്കണം. എന്തിനാ ഈ കാലഹരണപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് പറയാൻ കാരണം, അങ്ങനെ കാലഹരണപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അത് ഏതെങ്കിലും മനസ്സിൻ്റെ കോണിൽ അത് സൂക്ഷിച്ചു വെക്കും കേൾക്കുന്ന ആളുകൾ. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം വരുന്ന അവസരത്തിൽ ഇപ്പം തന്നെ KER പരീക്ഷ 8 കൊല്ലത്തെ സമയമൊക്കെ കൊടുത്ത്, അപ്പോൾ ഒരു 8 കൊല്ലത്തെ സമയത്തിൻ്റെ കാര്യമുണ്ടല്ലോ, അതെവിടെയാണ് എങ്ങനെയാണെന്നുള്ള പറ്റി ഈ ക്ലാസ്സിലിരിക്കുന്ന ആളുകൾ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ അതിനെപ്പറ്റി കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് ക്ലാസ്സിൽ എടുക്കുന്ന ആളുകൾ ഈ കാലഹരണപ്പെട്ട വിഷയങ്ങൾ കഴിയുന്നതും ടച്ച് ചെയ്യാതെ പോകണം. ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് പറയാനുള്ള ആ ഒരു കാര്യം നമുക്ക് അറിവുണ്ടാവുകയും വേണം. ഇവിടെ എല്ലാവരും ക്ലാസ് എടുക്കുന്നവർ ശ്രദ്ധിക്കാനുള്ളത്, ഈ പഴയ കാര്യങ്ങൾ, കാലഹരണപ്പെട്ട കാര്യങ്ങളെ നമ്മൾ എടുത്തുദ്ധരിച്ച് അത് കാലഹരണപ്പെട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുണത്തിനേക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് അത്തരം പരാമർശങ്ങൾ നമ്മൾ കഴിയുന്നത് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ആ കാര്യം നമ്മൾ എടുത്തു പറയാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ക്ലാസ്. പിന്നെ മാനേജ്മെന്റ് പ്രശ്നത്തിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നത്, ആര് പറഞ്ഞു, ഒരു UP പ്രൈമറി സ്കൂളും ഒരു ഹൈസ്കൂളുള്ള ഒരു കേസിൽ ഒരു ഹൈസ്കൂൾ അധ്യാപകനെ, HST ആയി പ്രവർത്തിക്കുന്ന ഹൈസ്കൂൾ അധ്യാപകനെ പ്രൈമറി HM ആയിട്ട് പ്രൊമോട്ട് ചെയ്യാമോ എന്നൊരു ചോദ്യം ചർച്ചയ്ക്ക് വന്നിരുന്നു. അപ്പോൾ അതിൽ കൃത്യമായ ചട്ടം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഹൈസ്കൂളിൻ്റെ സീനിയോറിറ്റിയും ഹൈസ്കൂളിൻ്റെ UP വിഭാഗത്തിലെ സീനിയോറിറ്റിയും കമ്പൈൻഡ് അല്ല. കമ്പൈൻഡ് ആവുന്നത് ആ UP വിഭാഗത്തിലെ സീനിയോറിറ്റിയും അതേ മാനേജ്മെൻറ്റിലെ മറ്റൊരു UPയോ LPയോ ഉണ്ടെങ്കിൽ അതിൻ്റെ സീനിയോറിറ്റിയാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ ഹൈസ്കൂളിൻ്റെ താഴെത്തട്ടിലുള്ള അവിടുത്തെ ഹൈസ്കൂളിൽ അറ്റാച്ച്ഡ് UP സ്കൂളിൻ്റെയും മറ്റേതെങ്കിലും ആ മാനേജ്മെൻറ്റിന് പ്രൈമറി സ്കൂൾ ഉണ്ടെങ്കിൽ ആ രണ്ടും കൂടെ ചേർന്നിട്ട് കമ്പൈൻ ചെയ്ത് ആ കമ്പൈൻ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ അതിലേറ്റവും സീനിയറിനെ പ്രൊമോട്ട് ചെയ്യാം. ആ സന്ദർഭത്തിൽ നമ്മുടെ ഹൈസ്കൂളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന UP സ്കൂളിലെ അധ്യാപകർക്ക് ഇവിടെ LPയിൽ പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാധ്യത എന്ന് പറയാൻ കാരണം, അവിടെ BEd കാരനാണ് ഒരു സീനിയർ മോസ്റ്റ് എങ്കിൽ ഇവിടെ അതേ മാനേജ്മെൻറ്റിൻ്റെ LPയിലാണ് പ്രൊമോഷൻ ഒഴിവ് വരുന്നതെങ്കിൽ ആ പറഞ്ഞ പിന്നെ ഗ്രാജുവേറ്റ് അധ്യാപകനെ എന്ത് ചെയ്യാൻ പറ്റൂല, BEd കാരെ LPയിൽ HM വെക്കാൻ പറ്റൂല. പക്ഷേ കമ്പൈൻഡ് സീനിയോറിറ്റി ലിസ്റ്റിൽ ക്വാളിഫൈഡ് ആയ സീനിയറിനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ UP സ്കൂളിൻ്റെയും ഈ ഹൈസ്കൂളിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന UP സ്കൂളിൻ്റെയും അതേ മാനേജ്മെൻറ്റിൻ്റെ മറ്റ് LP സ്കൂളും കമ്പൈൻ ചെയ്ത് സീനിയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പം ഏറ്റവും സീനിയറായിട്ട് വരുന്നത് ഹൈസ്കൂൾ അറ്റാച്ച്ഡ് UPയിലെ അധ്യാപകനാണ് സീനിയർ എങ്കിൽ, ഒഴിവ് വരുന്നത് HM പോസ്റ്റ് ഒഴിവ് വരുന്നത് ഏതെങ്കിലും LPയിലാണെങ്കിൽ ആ സീനിയോറിറ്റിയിൽ ഏറ്റവും മേലെ കിടക്കുന്ന ഗ്രാജുവേറ്റ് അധ്യാപകന് LPയിൽ HM ആയിക്കൂടാ. കാരണം അയാൾ LPയിൽ HM ആകാൻ ക്വാളിഫൈഡ് അല്ല. അതാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തത്, ഇനി അവിടെയുള്ള HSAക്ക് ഏതെങ്കിലും അതേ മാനേജ്മെൻറ്റിലുള്ള ഏതെങ്കിലും UP സ്കൂൾ HM ആകാമോ എന്നാണ് അടുത്തൊരു ചർച്ചയ്ക്ക് വന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കമ്പൈൻഡ് സീനിയോറിറ്റി ലിസ്റ്റിലുള്ള അധ്യാപകനെ അവരുടെ സീനിയോറിറ്റി ലിസ്റ്റ് അനുസരിച്ചാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഹൈസ്കൂൾ അധ്യാപകൻ HST ആയി കിടക്കുന്ന ഹൈസ്കൂൾ അധ്യാപകൻ എവിടുത്തെ സീനിയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവില്ല, പ്രൈമറിയിലെ സീനിയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ സംശയിക്കും, ഒരു UP സ്കൂൾ അധ്യാപകനെ HSA ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. HSA ആയിട്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ UP സ്കൂളിൻ്റെ സീനിയോറിറ്റി ലിസ്റ്റിൽ നിന്ന് ലെഫ്റ്റ് ആവുകയും ഹൈസ്കൂളിൻ്റെ സീനിയോറിറ്റിയിൽ ഇടം പിടിക്കുകയും ചെയ്യും. അപ്പോൾ അയാൾക്ക് പിന്നീട് ആ പ്രൈമറി വിഭാഗത്തിലെ സീനിയോറിറ്റി ലിസ്റ്റിൽ നിന്നും അയാൾ വിട്ട് ഹൈസ്കൂളിൻ്റെ സീനിയോറിറ്റി ലിസ്റ്റിലേക്ക് മാറുന്നതോടുകൂടി ഈ പ്രൈമറി വിഭാഗത്തിൽ ഏത് HM പ്രൊമോഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും അയാളെ HSA ആയി പ്രൊമോട്ട് ചെയ്ത് പോയ ആളെ
ഈ പ്രൈമറിയുടെ HM പരിഗണിക്കില്ല. എന്തുകൊണ്ട്? വൈ എന്ന് പറയാൻ കാരണം ഇയാൾ പ്രൈമറിയിൽ സീനിയോറിറ്റിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ പ്രൊമോട്ട് ചെയ്യൂ. HSIയുടെ സീനിയോറിറ്റി ലിസ്റ്റിൽ ഇനി പിന്നെ അയാൾ കാത്തിരിക്കേണ്ടത് ഹൈസ്കൂൾ HM പ്രൊമോഷനാണ്. അതുകൊണ്ട് തന്നെ ആ HSTക്കാർക്ക് ഇവിടെ വന്നുകൂടാ. പിന്നെ മറ്റൊരു കാര്യം, 1992 വരെ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇത് ഹൈസ്കൂൾ ഒരേ മാനേജ്മെൻറ്റിലുള്ള ഹൈസ്കൂൾ ടീച്ചേഴ്സിനെ UP സ്കൂൾ HM ആക്കും. ആ സമ്പ്രദായം കുറേ മുമ്പ് തന്നെ 94-95 കാലഘട്ടത്തിൽ ആ സമ്പ്രദായം അവസാനിപ്പിച്ചു. അതിനുശേഷം ഒരു HSAക്കാരെ പ്രൈമറി സ്കൂൾ HM ആക്കുന്ന സമ്പ്രദായമില്ല. പക്ഷേ ഗവൺമെൻറ് സ്കൂളുകളിൽ പ്രൈമറി സ്കൂളിൽ PSC അപ്പോയിൻമെൻറ്റ് കിട്ടുകയും പിന്നീട് അവരുടെ റിസർവേഷൻ കോട്ട പ്രകാരം HSTയായി പ്രൊമോഷൻ കിട്ടിയ ആളുകൾക്ക് തിരികെ അയാളുടെ സീനിയോറിറ്റി HST ആയി കഴിഞ്ഞാലും അയാളുടെ സീനിയോറിറ്റി PSC റാങ്കിലനുസരിച്ചുള്ള അഡ്വൈസ് മെമ്മോ അനുസരിച്ചിട്ടുള്ള സീനിയോറിറ്റി ലിസ്റ്റിൽ അയാളുടെ പേര് നിലനിൽക്കും. അത് ഗവൺമെൻറ് സ്കൂൾ അങ്ങനെയാണ്. HSTയായി പ്രൈമറി ടീച്ചർ HSTയായി പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാലും ആ HSTയായി പോയ ടീച്ചറുടെ ലീന് എവിടെയുണ്ട്? ഈ പ്രൈമറിയിലുണ്ട്. അതുകൊണ്ട് അവരുടെ സീനിയോറിറ്റി ലിസ്റ്റിൽ ഇയാളുടെ പേരും അവിടെ ഉണ്ടാവും. HSTയായി വർക്ക് ചെയ്ത് എത്ര കാലം കഴിയുമ്പോഴും ഇയാളുടെ പേര് പ്രൈമറിയുടെ സീനിയോറിറ്റി ലിസ്റ്റിൽ ഉണ്ടാവുന്നത് കൊണ്ട് പ്രൈമറിയിലെ ടേൺ അനുസരിച്ച് ഇയാളുടെ പേര് പ്രൊമോഷൻ്റെ ആ സമയത്ത് വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കും. പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ HSTക്കാരൻ ഹൈസ്കൂൾ വിട്ടിട്ട് എങ്ങോട്ട് വരും? പ്രൈമറിയിൽ വരും. ആ പ്രൈമറിയിൽ വന്നു കഴിഞ്ഞാൽ അയാളുടെ ശമ്പളം ഫിക്സ് ചെയ്യുന്നതിന് പ്രത്യേക രീതിയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള 21/3/1991 അങ്ങനെ ഒരു 93 21/3/1989 അങ്ങനെ ഒരു ജിയോ കിടക്കുന്നുണ്ട്. ഇങ്ങനെ HST പോയ ആളുകളെ പ്രൈമറി HM ആക്കി കഴിഞ്ഞാൽ അവരുടെ പേ ഫിക്സേഷൻ, അത് എയ്ഡഡ് സ്കൂളിലെ സമ്പ്രദായം 93-94 ആ കാലഘട്ടത്തിൽ അവസാനിച്ചു. പിന്നെ ഉള്ളത് ഈ ഹൈസ്കൂളിൽ, ഗവൺമെൻറ് ഹൈസ്കൂളിൽ പ്രൈമറിയിൽ നിന്ന് HSA പോയ ആളുകൾക്ക് അവരുടെ ലീൻ പ്രൈമറിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് അവരുടെ ആ സർവീസ് ടേൺ അനുസരിച്ചിട്ട് അവർക്ക് HM പ്രൊമോഷൻ കിട്ടും. ഇപ്പോൾ ഇത് നമ്മൾ എന്താക്കണം? ഇപ്പോൾ ഹൈസ്കൂളിൽ HSA ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലാവണം, അവരുടെ സർവീസിൽ ഒരിക്കലും തന്നെ പ്രൈമറി സ്കൂൾ HM പ്രൊമോഷൻ കിട്ടുകയില്ല. പിന്നെ ആരോ ചോദിച്ചത് ഇന്റർ മാനേജ്മെന്റ്. പിന്നെ ചോദിച്ചത് ഒരാൾക്ക് ഒരു പ്രൈമറി HMന് ഒരു അസിസ്റ്റന്റ് ടീച്ചറായി മാറാൻ എന്താണ് വഴി? ആ ഒരു വഴി മാത്രമുണ്ട്. ആ വഴി എന്താന്ന് പറഞ്ഞാൽ കൃപരാജ് മാഷ് പറഞ്ഞു അതിൻ്റെ കാര്യം. അതൊരു അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടല്ലാതെ പ്രൊമോഷൻ പോയ ആളുകളെ തിരികെ UPST ആയി കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ KERലെ റൂൾ അധ്യായം 14 റൂൾ 12-13 AB ഈ ചട്ടങ്ങളനുസരിച്ച് ഒരു ഇന്റർ മാനേജ്മെന്റ് വഴി ഒരു ടീച്ചർക്ക് മറ്റൊരു സ്കൂളിൽ HM ആയി പ്രൊമോഷൻ പോകാം. ഏതെങ്കിലും ഒരു UP സ്കൂളിലെ അസിസ്റ്റന്റ് ടീച്ചർക്ക് മറ്റൊരു സ്കൂളിലെ HM ആയിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടാം. അതേപോലെ തന്നെ തിരിച്ചിങ്ങോട്ടും ഏതെങ്കിലും സ്കൂളിലെ പ്രൈമറി HMന് മറ്റൊരു സ്കൂളിലെ അസിസ്റ്റന്റ് ടീച്ചറായിട്ട് മാറാം. അതിന് 2 DOയുടെ പെർമിഷനും, ഈ രണ്ടാൾ സ്കൂളിൽ നിൽക്കുന്ന 2 DOയുടെ ആണെങ്കിൽ, ഒരു DO ആണെങ്കിൽ അയാളുടെ മതി. 2 വ്യത്യസ്ത DOയുടെ കീഴിലുള്ള സ്കൂളുകളാണെങ്കിൽ ആ DO വഴി 2 മാനേജ്മെൻ്റൊക്കെ അപേക്ഷ കൊടുത്ത്, അത് ഇനി അടുത്ത ക്ലാസ്സിൽ വരേണ്ട സംഗതി, അത് അപേക്ഷ കൊടുത്തിട്ട് DOയുടെ അനുമതിയോടുകൂടി അങ്ങനെ പോകാം. അതായത് എന്ത് പോകാം നിങ്ങളിപ്പം മനസ്സിലാക്കിയാൽ മതി. ഒരു HMന് പ്രൈമറി ടീച്ചറായിട്ട്, അവിടുത്തെ പ്രൈമറി ടീച്ചറല്ല, മറ്റൊരു മാനേജ്മെൻറ്റിൽ പ്രൈമറി ടീച്ചറായിട്ട് പോകാം. മറ്റൊരു മാനേജ്മെൻറ്റിലെ പ്രൈമറി ടീച്ചർക്ക് മറ്റൊരു സ്കൂളിൽ HM ആയിട്ടും പോകാം. അവരുടെ ശമ്പളമൊക്കെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് KERൽ ഇതേ ചാപ്റ്ററിലെ 13A-യിലും 13B-യിലും പറയുന്നുണ്ട്, അവരുടെ ശമ്പളം റെഗുലേറ്റ് ചെയ്യേണ്ട വിധി. അപ്പോൾ അതേ സമയത്ത് അവനവൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിലേക്ക് UP പ്രൊമോഷൻ കിട്ടിയ ആളുകൾക്ക് എന്ത് ചെയ്തുകൂടാ? UPയിലെ HM ആയിട്ട് പോയിക്കൂടാ. പിന്നെ ആരോ പറഞ്ഞു പ്രൊവിഷണൽ പ്രൊമോഷനും ടെമ്പററി പ്രൊമോഷനും, ഇങ്ങനെ 2 പ്രൊമോഷൻ ഉണ്ടോ എന്നുള്ള കാര്യം. ഇത് രണ്ടും നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് KER അധ്യായം 14A-യിലെ 45C പ്രകാരം ആ ഡെസിഗ്നേഷൻ ടെമ്പററി പ്രൊമോഷൻ അല്ല.
ഒരു ക്വാളിഫൈഡ് ഹാൻഡ്സ് ആരും ഇല്ലെങ്കിൽ അവിടുത്തെ LPST ആയിട്ടോ UPST ആയിട്ടോ നിയമനം കിട്ടാനുള്ള യോഗ്യത, LPST ആയിട്ടോ UPST ആയിട്ടോ നിയമനം കിട്ടാനുള്ള ട്രെയിനിങ് യോഗ്യത, ആ ട്രെയിനിങ് യോഗ്യത നേടിയവരിൽ ഏറ്റവും സീനിയറിനെയാണ് നമ്മൾ ടെമ്പററി HM ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെ ടെമ്പററി HM എന്നുള്ളൊരു ഡെസിഗ്നേഷൻ ഇല്ല. എന്താ പേര്? എന്താ? ഹെഡ് മാസ്റ്റർ ടെമ്പററിലി എന്നാ, താൽക്കാലികമായ ഹെഡ് മാഷ്. ആളെ പേരെന്താ? ഹെഡ് മാഷ. ആ ഡെസിഗ്നേഷൻ ഹെഡ് മാഷ. ഒരിക്കലും എന്തല്ല ടെമ്പററി ഹെഡ് മാഷ് എന്ന് പറഞ്ഞിട്ട് ആരും ഡെസിഗ്നേഷൻ എഴുതരുത്. ആ പേര് ഡെസിഗ്നേഷൻ ടെമ്പററി, പക്ഷേ അപ്പോയിൻമെന്റ് പ്രൊമോട്ടഡ് ഏസ് ടെമ്പററി എന്നത് T ചെറിയ അക്ഷരത്തിലാണ്. പ്രൊമോഷൻ ഏസ് ഹെഡ് മാസ്റ്റർ എന്ന് കഴിഞ്ഞിട്ടാണ് എന്തിട്ടത്? ടെമ്പററിലി, താൽക്കാലികമായി ഹെഡ് മാസ്റ്റർ ആക്കുന്ന. അല്ല, താൽക്കാലിക ഹെഡ് മാസ്റ്റർ അല്ല. താൽക്കാലികമായി ഹെഡ് മാസ്റ്ററും താൽക്കാലിക ഹെഡ് മാസ്റ്ററും രണ്ടും രണ്ടാണ്. അവിടെ താൽക്കാലിക ഹെഡ് മാസ്റ്ററുമല്ല, താൽക്കാലികമായി ഹെഡ് മാസ്റ്ററാണ്. ഡെസിഗ്നേഷൻ റെഗുലർ ആയാലും ടെമ്പററി ആയാലും എന്ത് തന്നെയാ? താൽക്കാലികമായ ഹെഡ് മാസ്റ്ററാ. അത് ഓർമ്മിക്കണം. പിന്നെ ഈ പ്രൊവിഷണൽ എന്ന് പറയുന്ന അവസരത്തിൽ, പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികം തന്നെയാണ്. പക്ഷേ KER ഉപയോഗിച്ച വാക്ക് താൽക്കാലികമായി എന്ന് പറയുന്നത് കൊണ്ട് അത് അവിടെ നമ്മൾ എന്ത് പറയുന്നു? ടെമ്പററി എന്ന് പറയുന്നു. ഇനി നിങ്ങൾ ഇതിൽ സ്പർശിക്കാത്തൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, KER-ലെ 26-ാം അധ്യായത്തിൽ, അധ്യായം 26 നോട്ട് ചെയ്തോ, റൂൾ 3-ൽ, റൂൾ 3-ൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഏതെങ്കിലും മാനേജ്മെന്റിന് സീനിയോറിറ്റി അപ്രൂവ് ചെയ്ത് കിട്ടാൻ അൺഡ്യൂ ഡിലേ, വലിയ കാലതാമസം ഉണ്ടാകുമ്പോൾ, ഒരുപാട് കാലതാമസം ഉണ്ടാകുമ്പോൾ, സീനിയോറിറ്റി ലിസ്റ്റ് അനുസരിച്ചാണല്ലോ പ്രൊമോഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ എവിടെയെങ്കിലും അപ്രൂവ്ഡ് സീനിയോറിറ്റി കിട്ടാൻ അമിതമായ കാലതാമസം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പ്രൊമോഷൻ നടക്കണമല്ലോ, സ്കൂൾ നടക്കണമല്ലോ. അത്തരം സന്ദർഭങ്ങളിൽ മാനേജർക്ക് അവിടെയുള്ള HM ആകാനുള്ള ക്വാളിഫൈഡ് ആയ ആളെ പ്രൊമോട്ട് ചെയ്യാം, താൽക്കാലികമായി പ്രൊമോട്ട് ചെയ്യാം. അങ്ങനെ താൽക്കാലികമായി പ്രൊമോട്ട് ചെയ്ത ആള് ആ അപ്രൂവൽ, സീനിയോറിറ്റിക്ക് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ആ സീനിയോറിറ്റി ഇയാളല്ലെങ്കിൽ ഇയാളെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? സീനിയറിനെ പ്രൊമോട്ട് ചെയ്യണം. ഇയാളെ ആണെങ്കിൽ അയാള്, അവിടെയാണ് പ്രൊവിഷണൽ പ്രൊമോട്ടി എന്ന വാക്ക് KER-ൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൊവിഷണൽ പ്രൊമോട്ടി, അതായത് സീനിയോറിറ്റി ലിസ്റ്റ് അംഗീകരിക്കാൻ വേണ്ടി ഒരുപാട് കാലതാമസം വരുമ്പോൾ മാനേജർക്ക് ക്വാളിഫൈഡ് ആയ ആരെയും പ്രൊമോട്ട് ചെയ്യാം. അത്തരക്കാരെയാണ് വിളിക്കുന്നത് എന്ത്? പ്രൊവിഷണൽ പ്രൊമോട്ടി. ടെമ്പററി ആയിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിലും അവരെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്താ പേരിൽ? പ്രൊവിഷണൽ പ്രൊമോട്ടി എന്നാ. അത് ഓർമ്മിച്ചാൽ മതി. അപ്പം ഇത് നിങ്ങൾ അതിപ്പോൾ ആരും KER-ലെ ഈ വകുപ്പ് പലർക്കും അറിയില്ല. സീനിയോറിറ്റി ലിസ്റ്റ് അപ്രൂവ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ, അപ്രൂവ് ചെയ്ത് കിട്ടുന്ന 2 കൊല്ലമാണെങ്കിൽ അതുവരെ നമ്മളെ മാനേജർമാർ കാത്തിരിക്കും. പക്ഷേ മാനേജർക്ക് അങ്ങനെയൊന്നും കാത്തിരിക്കണ്ട. സീനിയോറിറ്റി ലിസ്റ്റ് കൊടുത്തിട്ട് അത് അപ്രൂവ് ചെയ്ത് കിട്ടാൻ കാലതാമസം വന്നാൽ ക്വാളിഫൈഡ് ആയ ആരെയും പ്രൊമോട്ട് ചെയ്യാം. അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീനിയോറിറ്റി ലിസ്റ്റ് അപ്രൂവ് ചെയ്ത് വരുന്ന തരത്തിൽ ആരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പം മാറ്റി കൊടുക്കണം. അവരെയാണ് അതിനിടയ്ക്ക് താൽക്കാലികമായുള്ള പ്രൊമോഷൻ നൽകിയ ആളെയാണ് എന്ത് വിളിക്കുന്നത്? പ്രൊവിഷണൽ പ്രൊമോട്ടി എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ ഈ മൈനോറിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മതന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന പ്രകാരം ചില അധികാരങ്ങളും അവകാശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 30(1) പ്രകാരം, അത് പ്രകാരം അവർക്ക് കൊടുത്ത അധികാരം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ സ്ഥാപനത്തിൻ്റെ മേധാവിയായിട്ട് ആ മത ന്യൂനപക്ഷങ്ങളുടെ കൾച്ചർ പ്രിസർവ് ചെയ്യുന്നതിനായിട്ട് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് യോഗ്യതയുള്ള ആരെയും പ്രൊമോട്ട് ചെയ്യാം. ഇനി അവിടെ ഇല്ലെങ്കിൽ അവർക്ക് പുറത്തുനിന്നും കൊണ്ടുവരാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ എന്തുണ്ടാവണം? ഹൈസ്കൂളിലാണെങ്കിൽ 12 കൊല്ലത്തെ സർവീസും വേണം, പിന്നെ അക്കൗണ്ടൻസ് ലോവറും KER ഒക്കെ വേണം. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ ഉള്ളൂ?
ഫുള്ളി ക്വാളിഫൈഡ് ആയ ആരെയും പിന്നെ അവരുടെ സ്ഥാപനത്തിൻ്റെ തലപ്പത്ത്, ഈ പ്രൈമറി സ്കൂളാണെങ്കിൽ അതിൻ്റെ എച്ച് ആയിട്ട്, ഹയർ സെക്കൻഡറി ആണെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പളായിട്ട്, ഹൈസ്കൂളാണെങ്കിൽ ഹൈസ്കൂളിൻ്റെ എച്ച് ആയിട്ട്, ആ രീതിയിൽ അവർക്ക് സ്ഥാപനത്തിൻ്റെ മേധാവിയായിട്ട് അവർക്ക് ആരെയും പ്രൊമോട്ട് ചെയ്യുന്നതിന് ഭരണഘടന പ്രകാരം കിട്ടിയ ഒരു റൈറ്റ് ആണെന്ത്, ഈ പറയുന്ന മൈനോറിറ്റി റൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ മൈനോറിറ്റി റൈറ്റ് അപ്ലൈ ചെയ്യുന്ന അവസരത്തിൽ എന്ത് വേണം? ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇനി മൈനോറിറ്റി റൈറ്റ് ആണെങ്കിൽ പോലും ഉണ്ടെങ്കിൽ പോലും യോഗ്യതയുള്ള ഒഴിവ് വന്ന ദിവസത്തെ യോഗ്യതയുള്ളവരെ മാത്രമേ എവിടെന്നെങ്കിലും കൊണ്ടുപോയി നിയമിക്കാൻ പറ്റൂ. ആ ഡേറ്റ് ഓഫ് ഒക്കറൻസ് ഓഫ് വേക്കൻസിക്ക് ക്വാളിഫൈഡ് ആയിരിക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നീട് ഏതെങ്കിലും ആർക്ക് വേണ്ടി പിന്നെ ഇപ്പോൾ ചിലപ്പോൾ സിസ്റ്റർമാരുടെയൊക്കെ സ്കൂളിൽ അക്കൗണ്ടസ്റ്റ് ഒരു HM പോസ്റ്റ് ഒഴിവെന്ന് പറഞ്ഞാൽ അതവിടെ ഒഴിച്ചിട്ടിട്ട് എന്ത് ചെയ്യും? ഏതെങ്കിലും സിസ്റ്റർ അക്കൗണ്ടസ്റ്റും പാസ്സാകും, പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. പരീക്ഷ എഴുതി കഴിഞ്ഞ് ഇത് പാസ്സായി കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോയിട്ട് എവിടെ അപ്പോയിന്റ് ചെയ്യും? നേരത്തെ ഉണ്ടായ ഒഴിവിലേക്ക് അപ്പോയിന്റ് ചെയ്യും. അത് ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കില്ല. ഒക്കറൻസ് ഓഫ് മൈനോറിറ്റി റൈറ്റുള്ള സ്കൂളിൽ ആയിക്കഴിഞ്ഞാലും ഒഴിവുള്ള തീയതിയിൽ ഏത് തീയതിക്കാണോ ഒഴിവുള്ളത് അന്ന് യോഗ്യത നേടുന്ന ആളെ മാത്രമേ അതിലേക്ക് അബ്സോർവ് ചെയ്തു വിടൂ. പിന്നെ അതാണ് മൈനോറിറ്റി റൈറ്റിനെ പറ്റി പറയാനുള്ളത്. സാറേ, അവിടെ ഒരു സംശയം ചോദിച്ചിട്ട് സാറേ, അവിടെയും മൈനോറിറ്റിയില് സീനിയോറിറ്റി പാലിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കഴിഞ്ഞ വർഷം ഒരു അതുണ്ട്. മൈനോറിറ്റി, അതായത് മൈനോറിറ്റി റൈറ്റ് ഉള്ള മൈനോറിറ്റി കൾച്ചർ പ്രിസർവ് ചെയ്യാനല്ലേ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിപ്പോ അടുത്ത് വന്നതാ. ഇപ്പൊ ഞാൻ മൈനോറിറ്റി റൈറ്റ് ഉള്ള സ്കൂളിൽ പഠിപ്പിച്ചതാ, ഹെഡ്മാഷായിട്ട് വർക്ക് ചെയ്താ. ഞാനൊരു ഹിന്ദുവാ, പക്ഷെ ഞാൻ പഠിപ്പിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലാണ്. 9 വർഷം കഴിയുമ്പോൾ ആ ക്രിസ്ത്യൻ മൈനോറിറ്റി റൈറ്റ് അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? എനിക്ക് HM പ്രൊമോഷൻ തന്നിട്ടുണ്ട്. ഞാൻ ശരിയായ ഹിന്ദുവാണ്, എനിക്ക് പ്രൊമോഷൻ തന്നത് എന്താ? അത് അവരുടെ മൈനോറിറ്റി കൾച്ചർ ഞാൻ പ്രിസർവ് ചെയ്യുന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് അവരെനിക്ക് ഈ പ്രൊമോഷൻ തന്നത്. പക്ഷേ ഈ ഇടക്കാലത്ത് അത് മാറി മൈനോറിറ്റി കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്ക് മൈനോറിറ്റി റൈറ്റ് കൊടുക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഡിക്റ്റയും വന്നു. അത്രയേ ഉള്ളൂ. നേരത്തെ അതില്ലായിരുന്നു. അതായത് അങ്ങനെ അതിൻ്റെ ഒരു സാക്ഷി ഞാനാ. മൈനോറിറ്റി റൈറ്റ് വെച്ചിട്ടാണ് എനിക്ക് പ്രൊമോഷൻ തന്നത്. 9 അല്ല, എന്നേക്കാൾ എൻ്റെ അച്ഛൻ്റെ വയസ്സൊക്കെയുള്ള ആൾക്കാർ അന്ന് പിന്നെ പല സ്കൂളിലുണ്ട്, 50 വയസ്സ് കഴിഞ്ഞവരൊക്കെ. അതാണ് അതിൻ്റെ അവസ്ഥ. പിന്നെ ഇനി ഇത് മൊത്തത്തിൽ പിന്നെന്താ ചോദിച്ച സംശയങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടാത്ത വിഷയമുണ്ട് ആർക്കെങ്കിലും? പ്രൊബേഷന്റെ കാര്യം. പ്രൊബേഷൻ HM പ്രൊബേഷണറി ആണോ? HM പ്രൊബേഷണറി ആണെന്നുള്ളത് മാസിക വായിക്കാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. പ്രസാദ് മാഷ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓർമ്മ 2 പ്രാവശ്യം ഞാൻ അത് എഴുതിയത്. ഈ മാസം നമ്മുടെ അച്യുതാനന്ദൻ എൻ്റെ മുഖചിത്രം, പരേതനായ അച്യുതാനന്ദൻ്റെ മുഖചിത്രമുള്ള ഈ ഏറ്റവും ഒടുവിലത്തെ മാസികയിൽ ഏറ്റവും അവസാനത്തെ ചോദ്യമായി എഴുതിയതിൻ്റെ ഹെഡിങ് എന്താണെന്ന് പറഞ്ഞാൽ, ഏതൊരു സ്കൂളിൽ ഹെഡ്മാസ്റ്ററായി പ്രൊമോഷൻ ലഭിച്ചാൽ ഹെഡ്മാസ്റ്റർ തസ്തികയിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ടോ? തൊട്ട മാസത്തെ എല്ലാവരും തപാൽ കിട്ടിയവരും കിട്ടാത്തവരൊക്കെ ഉണ്ടാവും. അതിൽ അവസാനത്തെ ചോദ്യകർത്താവ് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരളീധരൻ KM, കണ്ണൂർ ജില്ല. ഈ മുരളീധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ DOS ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടായി പ്രവർത്തിച്ച് റിട്ടയർ ചെയ്ത ആളാണ്. അയാളൊരു മട്ടന്നൂർ AEOS ഓഫീസിൻ്റെ പരിധിയിലുള്ള ഒരു സ്കൂളിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്തതിൻ്റെ പേരിൽ മാനേജർ അതിൻ്റെ ഇഗ്രിമെൻ്റ് തടഞ്ഞപ്പോൾ അയാൾ ചോദിച്ചൊരു ചോദ്യം അത്. ഈ മുരളീധരൻ KM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളാണ് ആള്. അപ്പോൾ അത് ഇപ്രാവശ്യം ഞാൻ എഴുതിയേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ, ഇത് കുറച്ച് കാലം മുമ്പേ എഴുതിയ ആൾ ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഡെപ്ത് കോഴ്സിൽ ഈ 45C പ്രൊമോഷനെ പറ്റി ഞാൻ മാസികയിൽ നേരത്തെ എഴുതിയതാ. അത് വായിച്ചവരാരെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് കൈവക്കാൻ പറഞ്ഞപ്പോൾ അവിടെ കൂടിയ 40-45 പേരിൽ 2 ആൾ മാത്രമേ മാസിക വായിച്ചിട്ടുള്ളൂ, ആ സംഗതി വായിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ RPമാരാവുന്ന അവസരത്തിൽ എല്ലാവരും മാസിക അരിച്ച് പെറുക്കി വായിക്കണം. ഈ മാസിക അരിച്ച് പെറുക്കി വായിച്ച് കൺസൾട്ടൻ്റ് ആയവരുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? കൺസൾട്ടൻ്റ് ആയവരുണ്ട്, അത് സത്യ. ഈ മാസിക മാത്രം അരിച്ച് പെറുക്കി വായിച്ച്
പഠിച്ചിട്ട് കൺസൾട്ടൻ്റായി. ഈ കൺസൾട്ടൻ്റ് എന്താ ചെയ്തതെന്നറിയോ? ഈ മാസികയുടെ ഇപ്പം ചോദ്യം, ഹെഡ്മാഷന്മാരുടെ പ്രൊബേഷൻ ഡിക്ലെയർ ഉണ്ടോ ഇല്ലയോ? അത് പുള്ളി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു നോട്ടിൽ എഴുതി വെക്കും, ഹെഡ്മാസ്റ്ററുടെ പ്രൊമോഷൻ ഇന്ന മാസികയിൽ ഇത്രാം പേജിൽ. അത് ആരെങ്കിലും ഈ പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ നോട്ട്ബുക്ക് എടുക്കും, ഡയറി എടുത്തിട്ട് നോക്കും ഇത് എഴുതിയത് ഏത് മാസികയിലാന്ന്. അത് ഒന്നും കൂടി റെഫർ ചെയ്തിട്ടാണ് ആളുകൾക്കിത് പറഞ്ഞു കൊടുക്കുന്നത്. അത്രമാത്രം നമ്മുടെ മാസിക ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്, ചെറുതൊന്നുമല്ല. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മാസിക മാത്രം വായിച്ച് ചില ഹെഡ്മാഷന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സർവീസ് കൺസൾട്ടൻ്റായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ഡെപ്ത് കോഴ്സിൽ ഞാൻ വായിച്ചവരെണ്ണം നോക്കുമ്പോൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ ഇത് അനിവാര്യമായ സംഗതിയാണ്. നമ്മൾ RP-മാരാകുമ്പോൾ, ടീച്ചർമാരാകുമ്പോൾ ദിനപത്രം, ഡെയിലി പത്രം വായിക്കണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ RP-മാരായ ആളുകൾ മാസിക കൃത്യമായി വായിക്കുകയും വേണമെങ്കിൽ നിങ്ങളൊരു ചെറിയ ഡയറി എടുത്തിട്ട് സബ്ജക്റ്റ് തിരിച്ചിട്ട് അല്ലെങ്കിൽ ചാപ്റ്റർ വൈസായിട്ട് എന്ത് ചെയ്യാം, ആ ചോദ്യത്തിൻ്റെ എസൻസ് എഴുതിയിട്ട് ഹെഡ്മാസ്റ്റർ പ്രൊബേഷൻ ഇന്ന മാസിക ഇന്ന പേജ് അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്തും എന്ത് സംശയം വന്നു കഴിഞ്ഞാൽ റെഫർ ചെയ്യാൻ കഴിയും. അതാണ് പറഞ്ഞത്. ഈ മാസത്തെ മാസിക അതിനെപ്പറ്റി ഞാൻ പറയണമെന്നില്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് പ്രൊബേഷൻ എന്നുള്ള കാര്യത്തെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ മാസത്തെ മാസികയിൽ എഴുതിയിട്ടുണ്ട്. നമ്മളെ സമയം ഈ വൈകിയതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുമായിരുന്നു, സമയം വൈകിയതുകൊണ്ട് ഇപ്പോൾ ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. എല്ലാവരും ഈ മാസികയിൽ, കഴിഞ്ഞ മാസികയിൽ അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി കൊടുത്തത് വായിക്കുക. പിന്നെന്താ ചോദിച്ച കാര്യത്തിലുള്ള PET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി, കൃപരാജ് മാഷ് അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 99% അത് പറഞ്ഞത് ശരിയാണ്. അവിടെ ചെറിയൊരു അവസാന ഘട്ടത്തിലൊരു ചെറിയത് മാത്രമേ വന്നിട്ടുള്ളൂ. അത് UP സ്കൂളിലെ PET-യും ഹൈസ്കൂളിലെ PET-യും ഒരേ ടൈം സ്കെയിലാണ്. ഇവ രണ്ടും ഇൻ്റർചേഞ്ചബിളാണ്. ഏതൊരു സമയത്തും UP-യിലെ PET-യെ ഹൈസ്കൂൾ PET ആയിട്ടും ഹൈസ്കൂൾ PET-യെ UP വിഭാഗത്തിലെ PET ആയിട്ടും മാറ്റാനുള്ള അധികാരം മാനേജർക്കുണ്ട്. അതുകൊണ്ടാണെന്ന് പറയുന്നത് ഇൻ്റർചേഞ്ചബിൾ. ഇനി ഒരു UP സ്കൂളിലെ ഒരു ഹൈസ്കൂളിലെ PET റിട്ടയർ ചെയ്യുന്ന അവസരത്തിൽ ഈ റിട്ടയർ ചെയ്യുന്ന ഒഴിവിലേക്ക് ഈ അധ്യാപകന് മാറ്റം കൊടുക്കേണ്ട നിർബന്ധമൊന്നുമില്ല. ഇനി ട്രാൻസ്ഫർ എന്നുള്ള നിലക്ക് കൊടുക്കുക, ഇതിൽ നിന്ന് മാറ്റി മറ്റേതിലിടാം. പക്ഷേ അതൊരു ഒരു പ്രൊമോഷനോ ഒരു കാറ്റഗറി മാറ്റമോ ഒന്നുമല്ല. അത് രണ്ടും ഒരേ കാറ്റഗറിയാണ്, ഒരേ സ്കെയിൽ ഓഫ് പേ ആണ്, ഇൻ്റർചേഞ്ചബിൾ ആണ്, ഒക്കെയാണ്. അങ്ങനെ വരുന്ന അവസരം, അങ്ങനെ വരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ആശയം മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഹൈസ്കൂൾ PET റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ മാനേജർക്ക് UP സ്കൂൾ PET-യെ ഹൈസ്കൂളിലേക്ക് ആക്കാം. അല്ലെങ്കിൽ ഹൈസ്കൂൾ PET-യെ എന്ത് ചെയ്യാം, PET-യെ പുതുതായിട്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഹൈസ്കൂളിലെ PET-യെ അപ്പോയിന്റ് ചെയ്യാം. ഒരു തർക്കവുമില്ല. ഇപ്പം അജിമാഷ് പറഞ്ഞത് അതേ കേസ് അങ്ങനെ കൊടുത്തു എന്നല്ലേ പറഞ്ഞത്. കൊടുത്തിട്ടുണ്ടെങ്കിൽ 100% ശരിയാണ്. പിന്നെ മറ്റൊരു അതിൻ്റെ ഇടക്ക് പറഞ്ഞു, ഏതൊരു പ്യൂണ് PET ആയി അതേ സ്കൂളിൽ ആ പ്യൂണ് PET ആയിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൽ ഏതെങ്കിലും പണ്ട് വർക്ക് ചെയ്ത ക്ലെയിമൻ്റായ ഒരു PET ഇല്ലെങ്കിൽ ഈ പ്യൂണിന് എന്ത് ചെയ്യണം, ഈ KER-ലെ ഈ 14A റൂൾ 11 പ്രകാരം, റൂള് 11 എന്താ 11, ഒരു സ്കൂളിൽ അധ്യാപകൻ്റെ ഒഴിവുണ്ടാകുമ്പോൾ ആ ഒഴിവിലേക്ക് നിയമിക്കപ്പെടാനുള്ള അധ്യാപകരായ അവകാശികൾ, അതേതൊക്കെ അവകാശി, 51A, 51B, 43 ഇതിൻ്റെ ക്ലെയിമൻ്റ്, ഈ 3 തരം അവകാശികളിൽ ആരും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ FTM, OA, ക്ലാർക്ക് ഇതുപോലുള്ള ആ കാറ്റഗറിയിൽ ഇതേ ഓർഡറിൽ എന്ത് ചെയ്യണം, ക്ലാർക്ക്, OA, FTM, പിന്നെ അങ്ങനെ FTM തന്നെ പല വിഭാഗമില്ലേ, ആ ക്രമത്തിൽ പ്രൊമോട്ട് ചെയ്യണം. ആദ്യം ക്ലാർക്ക് ക്വാളിഫൈഡ് ആണ്, ക്ലാർക്കിന് കൊടുക്കണം. ക്ലാർക്ക് ഇല്ലെങ്കിൽ പിന്നെ OAക്ക് കൊടുക്കണം. OA ഇല്ലെങ്കിൽ FTM-ന് കൊടുക്കണം. ആ പ്രൊമോഷൻ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആരാ പ്യൂണോ FTM ആരാ ക്വാളിഫൈഡ് പറഞ്ഞ് ആരെങ്കിലും ആവട്ടെ, ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ടെങ്കിൽ ഹൈസ്കൂളിൽ ഒരു PET റിട്ടയർമെൻ്റ് ഉണ്ടെങ്കിൽ അവിടെ മറ്റ് PET ആയിട്ട് പണ്ട് ലീവ് വേക്കൻസിയിലൊക്കെ വർക്ക് ചെയ്ത് ക്ലെയിമൻ്റായ ഒരു അവകാശിയോ 51B അവകാശിയോ അവിടുത്തെ PET ആയിരുന്ന
ആരെങ്കിലും ഒരാൾ മരിച്ച് പിന്നെ അതിൻ്റെതായ ഒരു അവകാശികൾ ആരും ഇല്ലാത്ത പക്ഷം ആർക്ക് കൊടുക്കണം? ഈ പറയുന്ന ഈ പ്യൂണിന് ഈ ഹൈസ്കൂളിലെ PET ആയിട്ട് പ്രൊമോഷൻ കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന അവസരത്തിൽ UP സ്കൂളിലെ PETനെ ഹൈസ്കൂളിലേക്ക് മാറ്റിയും UP സ്കൂളിൽ പ്രൊമോഷൻ കൊടുക്കാം. അതായത് ഇതെല്ലാം ഇൻ്റർചേഞ്ചബിളാണ്. അത് കേരള ഹൈക്കോടതിൻ്റെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു വിധിയുണ്ട് അതിന്. പിന്നെന്താ മാഷ് ഒരു സംശയം, അത് ഞാൻ നേരത്തെ ചോദിച്ചതല്ല എങ്കിലും ഈ ടെസ്റ്റ് ക്വാളിഫിക്കേഷന്റെ ഡേറ്റ് അതിന്റെ റിസൾട്ട് വന്ന തീയതിയാണോ, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത തീയതിയാണോ, ഏതാണ് അത് പരിഗണിക്കുക? അത് റിസൾട്ട് പബ്ലിഷ് ചെയ്ത തീയതിയാണ്. ഏതൊരു സ്കൂളുകാരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എഴുതിയ മുതൽ കിട്ടുന്ന ഇല്ല അത് മോഹം മാത്രമാണ് ഏതൊരു സ്കൂളിന്റെ കാര്യത്തിൽ. അത് പരീക്ഷ എഴുതിയ കാര്യം പറയുന്നത് എവിടെയാണെന്നറിയോ? KSNSSR കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂളിൽ ചട്ടം 28B 3B, ചെറിയ ബി ആണ്, വലിയ ബി അല്ല, ബ്ലോക്ക് ലെറ്റർ അല്ല, സ്മോൾ ലെറ്റർ B, 28B എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചട്ടമുണ്ട്. ആ ചട്ടത്തിൽ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒരു ജീവനക്കാരൻ അയാൾക്കൊരു പ്രൊമോഷൻ കൊടുക്കുന്നു. ഈ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്, ഡ്യൂട്ടീസ് ചേഞ്ച് ചെയ്യുന്നില്ല. ഡ്യൂട്ടീസ് ചേഞ്ച് ചെയ്യാത്ത വിധം അതേ ഡ്യൂട്ടിയിൽ തന്നെ നിന്നുകൊണ്ടൊരു പ്രൊമോഷൻ കൊടുക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, AES ഓഫീസിലെ LD ക്ലർക്ക് UD ക്ലർക്ക് ആവുക. അയാളുടെ പണി ഒന്ന് തന്നെയല്ലേ, LD ആയാലും UD ആയാലും അല്ലേ? അപ്പോൾ LD ക്ലർക്ക് അതാണ് ഡ്യൂട്ടി ചേഞ്ച് വരാത്ത പ്രൊമോഷൻ. അങ്ങനെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യപ്പെടാത്ത ഒരു പ്രൊമോഷൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെട്ട ആളുകൾക്ക് പിന്നെ അവർ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അവരുടെ ടെസ്റ്റിൻ്റെ പരീക്ഷയുടെ അവസാനത്തെ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം ക്വാളിഫൈഡ് ആയിട്ട് കണക്കാക്കും. അത് അവസാനത്തെ പരീക്ഷ എന്നുള്ളതിൻ്റെ ക്ലാരിഫിക്കേഷൻ പിന്നെയും വന്നിട്ടുണ്ട്. അങ്ങനെ ഹയറും ലോവറും കഴിഞ്ഞതിൻ്റെ അവസാനത്തെ ദിവസം, ലോവർ മാത്രമല്ല ഹയറും ലോവറും കൂടി കംപ്ലീറ്റ് ആയ പരീക്ഷയുടെ അവസാനത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ ക്വാളിഫൈഡ് ആകും. ആ KSNSSRലുള്ള ഒരു പ്രൊവിഷനും ഏതൊരു സ്കൂളുകാർക്ക് ബാധകമല്ല എന്നതുകൊണ്ട് തന്നെ അത് നമ്മൾ മോഹിച്ചിട്ട് കാര്യമില്ല. കേട്ടില്ലേ? ഏതൊരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 1987 ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയുണ്ട്. എന്താ? ടെസ്റ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്ത ഡേറ്റിനാണ്. ചില AES ഓഫീസിലൊക്കെ പിന്നെ ഇവിടെ ഇതില്ലേ സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഒക്കെ നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഡേറ്റ് ഏതാ ഇടുന്നതെന്ന് പറഞ്ഞുകൂടാ. പണ്ടൊക്കെ ഡേറ്റ് നമ്മൾ അപേക്ഷിച്ച് അത് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് ഇടാറ്. ഇപ്പം എനിക്ക് തോന്നുന്നത് റിസൾട്ട് പബ്ലിഷ് ചെയ്ത ഡേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് റിസൾട്ടാണ് അയാളുടെ ക്വാളിഫൈ ചെയ്താവുന്ന തീയതി. ആ തീയതിയിലേക്ക് മാത്രമേ ക്വാളിഫൈഡ് ആവുന്നുള്ളൂ. കേട്ടില്ല? അത് ക്ലിയർ ആയില്ലേ? ഇനി ഉണ്ടെങ്കിൽ വേഗം ചോദിക്കാം. നിങ്ങൾ നേരത്തെ എന്തെങ്കിലും ക്ലിയർ ആയിട്ട് തോന്നാത്തൊരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നേരത്തെ എന്തായിരുന്നു? നേരത്തെ ഞാൻ പറഞ്ഞത് 99% ഇതിൽ പ്രശ്നം പറഞ്ഞത് കൃപരാജ് ഭാഷ പറഞ്ഞ അങ്ങോട്ട്, അതാണ് അവിടെ ഒരു ചെറിയൊരു ഇത് വന്നത്. അങ്ങോട്ട് മാറ്റാമെന്നുള്ള ഒരു പ്രൊമോഷൻ രീതിയിൽ അല്ലെങ്കിലും അങ്ങോട്ട് മാറ്റാമെന്നുള്ള രീതിയിൽ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻ്റർചേഞ്ചബിളായ ആ സ്ഥിതി കൊണ്ട് മാറ്റുന്നതാണ്, അല്ലാതെ ഒരു ഹയർ പോസ്റ്റ് ആണെന്നുള്ള രീതിയിൽ മാറ്റുന്നതല്ല. അവിടെയേ പ്രശ്നമുള്ളൂ. പ്രസാദ് മാഷ് പറഞ്ഞ ഒരു വിഷയം ഉണ്ടല്ലോ മാഷെ, മാനേജർ ഇല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാം. മാനേജർ ഇല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാം. പക്ഷെ അത് AUAക്ക് അത് പിന്നെ കൃപരാജ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പോയിൻറ്റിങ് അതോറിറ്റി മാനേജറാണ് അപ്പോയിൻറ്റിങ് അതോറിറ്റി. ഇപ്പം മാനേജർ തർക്കത്തിൽ കിടക്കുക, മാനേജർ ചിലപ്പം മരിച്ചു പോവുക, അതിനുള്ള ശേഷം അവകാശികൾ തമ്മിൽ തർക്കം ഉണ്ടാവുക, അതിൻ്റെ പേരിൽ മാനേജർ ഇല്ലാത്തൊരവസ്ഥ വരിക, അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന അവസരത്തിൽ അവിടുത്തെ സീനിയർ മോസ്റ്റ് ടീച്ചർ ആയിരിക്കുമല്ലോ ചാർജ് എടുത്തിട്ടുണ്ടാവും. ഈ തർക്കം കിടക്കുമ്പോൾ ഒരു HM റിട്ടയർ ചെയ്യുമ്പോൾ അയാൾ ഈ റെക്കോർഡ് എടുത്തിട്ട് അയാളെ വീട്ടിൽ കൊണ്ടു കൊടുക്കൂല. അയാളെന്താ ചെയ്യേണ്ടത്?
മാനേജർ ഇല്ലാത്തത് നോക്കൂല, അവിടെ മാനേജർ ചാർജ് ഇന്നയാളെ ഏൽപ്പിക്കുന്നു പറഞ്ഞാൽ നോക്കൂല. സീനിയോറിറ്റി ലിസ്റ്റ് അനുസരിച്ചിട്ട് സീനിയർ ആരാണോ അയാൾക്ക് റിട്ടയർ ചെയ്യുന്ന ആൾ സീനിയോറിറ്റിയുടെ എല്ലാ റെക്കോർഡുകളും ഏൽപ്പിച്ചിട്ടാണ് പോവുക. അങ്ങനെ റെക്കോർഡ് അയാൾ ഏറ്റുവാങ്ങിയെങ്കിലും അയാൾ എന്താവുന്നില്ല, ഹെഡ് മാഷ് ആവുന്നില്ല. ഹെഡ് മാഷ് ആവണമെങ്കിൽ അപ്രൂവ്ഡ് മാനേജർ ഇല്ലെങ്കിൽ, മാനേജർ തർക്കത്തിലാണെങ്കിൽ ഈ ടീച്ചർ AEO വഴി DPIക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. AEO റിമാർക്സോടുകൂടി അങ്ങ് അയക്കും. AEO പറയും ഇവിടെ സംഭവം ശരിയാണ്, മാനേജർ ഇല്ലാത്തൊരു കേസുണ്ട്, ഇന്നതാണ്, തർക്കത്തിലാണ്, അല്ലെങ്കിൽ അൺഅപ്രൂവ്ഡ് ആണ്, അല്ലെങ്കിൽ മാനേജർ മരിച്ചുപോയി, ഇത്രയും കാലമായി അവിടെ പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന മാനേജർ പോസ്റ്റ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇയാളുടെ സീനിയർ ഇയാളാണ്, ഏത് ഈ പറയുന്ന അപേക്ഷകനാണ് ഏറ്റവും സീനിയർ, അതുകൊണ്ട് ഇയാളെ പ്രൊമോട്ട് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം എന്നും പറഞ്ഞിട്ട് ഇയാളുടെ അപേക്ഷ ശരിയാണെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് DPIക്ക് അയക്കും. DPI എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യത്തിലേക്ക് മാനേജറുടെ നിയമനം ആരെ നടത്തും, AEO മാനേജരാക്കി നിശ്ചയിക്കും. എന്നിട്ട് AEO എടുത്ത് എന്ത് പറയും, ഈ HM ആയിട്ട് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി പറയും. കാരണം മാനേജർ ഇല്ല എന്നുള്ളത് ഈ ടീച്ചറുടെ കുറ്റമല്ല. ടീച്ചർക്ക് സ്റ്റാറ്റ്യൂട്ടറിയായി KERലെ 45A പ്രകാരം അവർക്ക് കിട്ടേണ്ട സ്റ്റാറ്റ്യൂട്ടറി അവകാശം, ആ സ്റ്റാറ്റ്യൂട്ടറി അവകാശമാണ് പ്രൊമോഷൻ. ആ പ്രൊമോഷൻ ഒരു കാരണവശാലും മാനേജർ ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ ആർക്കും നിഷേധിക്കപ്പെടാൻ പാടില്ല. അതൊരു കുറ്റമല്ല, ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ ചെയ്തൊരു കുറ്റമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, ആ ഒരു കുറ്റം ചെയ്യാത്ത ഒരു ടീച്ചർക്ക് സ്റ്റാറ്റ്യൂട്ടറി അവകാശം പ്രകാരം പ്രൊമോഷൻ കിട്ടേണ്ടത് ഒരു ന്യായമായ അവകാശമാണ്. ആ അവകാശം കൊടുക്കണമെങ്കിൽ ആർക്കോ DOയ്ക്കോ DDക്കോ ഒന്നും പറ്റുകയില്ല. DPIക്ക് താൽക്കാലിക മാനേജറായിട്ട് AEOയെ പോസ്റ്റ് ചെയ്യും, വെക്കും അവർ. എന്നിട്ട് അവരോട് എന്ത് ചെയ്യാൻ പറയും, പ്രൊമോഷൻ കൊടുക്കാൻ പറയും. അങ്ങനെയാണ് ഇതിൻ്റെ രീതി. ചിലപ്പം DPI കൊടുക്കാതെ തന്നെ ചിലർ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്, ഗവൺമെൻറ്റും അത്തരം ഉത്തരവുകൾ കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പം പറഞ്ഞപ്പോൾ എനിക്കൊരാൾ ആരോ ചോദിച്ചത്, ഒരു സ്കൂളിൻ്റെ ആൾക്ക് മറ്റൊരു സ്കൂളിൻ്റെ മാനേജരാകാൻ കഴിയുമോ എന്ന് ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്, ഇല്ലേ? അതാരോ ചോദിച്ചില്ലേ? ചോദിച്ചെന്നാ തോന്നുന്നു. അതിപ്പോ ഒരു അജിമാസം ആരെ ഒരു സ്കൂളിൽ ഒരാൾക്ക് അതേ സ്കൂളിലെ മാനേജർ ആകാൻ പാടില്ലാത്തവർ മറ്റൊരു സ്കൂളിൽ മാനേജർ ആവുന്ന ഉത്തരവ് അടുത്ത് പോസ്റ്റ് ചെയ്തില്ല ഗ്രൂപ്പിൽ. അതെ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പിന്നെ അത് ഈ 8 KERലെ 3-ാം അധ്യായത്തിലെ ചട്ടം 8-1 ഒരു അധ്യാപകനും ആ സ്കൂളിൻ്റെ മാനേജരായിട്ടോ മാനേജിങ് കമ്മിറ്റി അംഗമായിട്ടോ പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം, അതിന് എക്സംഷൻ വേണം ഗവൺമെൻറ്റിൽ നിന്ന്. അത് ഗവൺമെൻറ് കൊടുക്കാറുണ്ട്. അതായത് അത് ഏത് സാഹചര്യത്തിലാണ് കൊടുക്കാറ്, അത് സാഹചര്യം കൊടുക്കാറുള്ളത് പരമ്പരാഗതമായിട്ട് ഹെറിഡിറ്ററി ആയിട്ട് അവകാശം തന്നിലേക്ക് വരിക. ഇപ്പോൾ നമ്മുടെ ഇതിൽ തന്നെ ജസ്റ്റൻ ടീച്ചറിലെ തോടന്നൂരുള്ള ടീച്ചറുടെ ഉപ്പ ജീവിച്ചിരിക്കുമ്പോൾ പ്രായാധിക്യം കാരണം അവർക്ക് കൊണ്ടു നടക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് ഈ ടീച്ചറുടെ പേര് ജസ്നയുടെ പേരിലേക്ക് മാനേജ്മെൻറ്റ് മാറ്റി കിട്ടണം. അതായത് ജസ്ന സ്കൂളിൽ അധ്യാപികയാണ്, HM ആണ്. ജസ്ന HM ആയതുകൊണ്ട് ജസ്നയുടെ പേരിലേക്ക് എന്ത് ചെയ്തുകൂടാ, മാനേജർ മാറ്റം കിട്ടുകയില്ല. അപ്പോൾ ജസ്ന എന്ത് ചെയ്തു, ഗവൺമെൻറ്റിലേക്ക് എക്സംഷൻ ചോദിച്ചു. ഈ ചട്ടത്തിൽ ഇളവ് കൊടുക്കാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ, ഗവൺമെൻറ്റിനേ ഉള്ളൂ. ഗവൺമെൻറ് ഇളവ് കൊടുത്തപ്പോൾ ഗവൺമെൻറ് അത് പരിശോധിച്ച്, കാരണം ഈ സ്കൂൾ നടത്താൻ്റെ ആൾ വേണ്ടേ, ഉപ്പായുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അവകാശം മക്കൾക്ക് അനന്തരാവകാശമായി കിട്ടുക. അങ്ങനെ കിട്ടുന്ന കേസിൽ ഗവൺമെൻറ് എന്ത് ചെയ്യാറുണ്ട്, ഇളവ് കൊടുക്കും. അല്ലാതെ ഞാനൊരു സ്കൂളിലെ അധ്യാപകനാണ്, അപ്പോൾ എനിക്ക് മാനേജരാകാമെങ്കിൽ മറ്റൊരു സ്കൂളിലെ അല്ല ആ സ്കൂളിൻ്റെ മാനേജർ ആകാൻ പാടില്ല. അതാണ് അതിൻ്റെ തത്വം. ഇനി വിലക്കും വാങ്ങാൻ പാടില്ല. ഒരു അധ്യാപകനായിരിക്കും മറ്റൊരു സ്കൂള് വിലക്കും വാങ്ങിക്കൂടാ. പക്ഷേ ഇപ്പോഴെന്ത് ചെയ്യാം, ചട്ടം 8-2 പ്രകാരം മറ്റൊരു സ്കൂളിൻ്റെ മാനേജരാകാമെന്ന് ഗവൺമെൻറ് ഈ കഴിഞ്ഞ ദിവസം ഉത്തരവായിട്ടുണ്ട്. ഉത്തരവല്ല, അതൊരു ഒരു കേസിൽ ഉത്തരവായത്. അത് റൂൾ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടാണ് ഉത്തരവായത്. പക്ഷേ ആ ഉത്തരവാണ് 100% ശരി.
ഇത്രയും കാലം അതിൽ 8-2 കമ്പനി കോർപ്പറേഷൻ ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. അപ്പോൾ കമ്പനി കോർപ്പറേഷൻ ഓൺഡ്, അതായത് ഓൺഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയോ കോർപ്പറേഷനോ അല്ലെങ്കിൽ ഗവൺമെൻറ് അധീനത്തിലുള്ള കമ്പനിയോ കോർപ്പറേഷനോ എന്ന അർത്ഥമാണ് അവിടെ ഉള്ളത്. പക്ഷേ വ്യാഖ്യാനിച്ച് കമ്പനി ഓർ കോർപ്പറേഷൻ ഓൺഡ്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ളതോ അല്ല ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ളതോ, അങ്ങനെ വായിക്കുമ്പോൾ ഈ എയ്ഡഡ് സ്കൂൾ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലല്ലേ ഉള്ളത്. ആ ഗവൺമെൻറ് കൺട്രോളുള്ളത് കൊണ്ട് മറ്റൊരു സ്കൂളിലെയും മാനേജർ ആയിക്കൂടാ എന്നുള്ള ഇൻ്റർപ്രിട്ടേഷൻ ആയിരുന്നു ഇത്രയും കാലം നിലനിന്നിരുന്നത്. ഇപ്പം ഗവൺമെൻറ് എന്ന് പറഞ്ഞു അതിനെ ശരിക്ക് പീസായിട്ട് തരംതിരിച്ച് പറഞ്ഞു. കമ്പനി കോർപ്പറേഷൻ കഴിഞ്ഞിട്ട് കൺട്രോൾഡ് അല്ല ഓൺഡ് ഓർ കൺട്രോൾഡ്. അവിടെ ഓൺഡ് ഓർ കൺട്രോൾഡ് ഒരുമിച്ചാ. ഓൺഡ് എന്ന് വെച്ചിട്ട് കമ്പനിയും കോർപ്പറേഷനും ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോളിലുള്ള എന്നുള്ളതല്ല. ഇത് ഈ ഓൺഡ് ഓർ കൺട്രോൾഡ് ഒരുമിച്ചാണ് ഉള്ളത്. അപ്പോൾ ഓൺഡ് ഓർ കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലോ കോർപ്പറേഷനിലോ ആൾക്ക് മാനേജർ ആയിക്കൂടാന്നാ. അപ്പോൾ ആര് അവിടെ നിന്ന് ഒഴിവായിപ്പോയി? ഏത് സ്കൂൾ മാനേജർ ഒഴിവായിപ്പോയി. പക്ഷെ ഇപ്പോൾ മറ്റൊരു കേസിൽ ഇപ്പം ഗവൺമെൻറ് മറ്റൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഏത്? മറ്റൊരു സ്കൂളിൻ്റെ മാനേജർ ആയിക്കൂടാ എന്നുള്ള രീതിയിലൊരു തീരുമാനം എടുത്തതായിട്ട് അറിയുന്നുണ്ട്. പക്ഷേ കറക്റ്റ് വെർഷൻ എന്താ? ഒരു അധ്യാപകന് ആ സ്കൂളിൻ്റെ മാനേജർ ആയിക്കൂടാ, പക്ഷേ മറ്റൊരു സ്കൂളിൻ്റെ മാനേജർ ആകുന്നതിൽ തെറ്റില്ല. അതിൻ്റെ റൂളിൻ്റെ കറക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ മറ്റൊരു സ്കൂളിൻ്റെ മാനേജർ ആകാന്നുള്ളതാണ്. ഇനി ആരെങ്കിലും ചോദിച്ചതിൽ എന്തെങ്കിലും ഇനി സംശയത്തിൻ്റെ ബാക്കി കിടക്കുന്നുണ്ടോ? പക്ഷെ വേറൊരു സംശയം, പിന്നെ ഒരാൾ ചോദിച്ചത് ഹയർ എലിമെന്ററി അടക്കം ഇത് പറഞ്ഞോട്ടെ. HETTC എന്ന് പറഞ്ഞിട്ടുണ്ട്. HETTC എന്ന് പറഞ്ഞാൽ ഹയർ എലിമെന്ററി ടീച്ചേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്. ഹയർ എലിമെന്ററി പണ്ട് നിങ്ങൾക്ക് അറിയാം, എലിമെന്ററി എന്ന് പറഞ്ഞാൽ ഹയർ എലിമെന്ററി എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ്സാണ്. എലിമെന്ററി പരീക്ഷ എന്നൊക്കെ പറഞ്ഞില്ലേ, അന്ന് 7ാം ക്ലാസ് കഴിഞ്ഞാൽ TTCക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ 8ാം ക്ലാസ് കഴിഞ്ഞ് TTCക്ക് പോയി അധ്യാപകരാകാനുള്ള ഇതുണ്ടായിരുന്നു. പിന്നെ 8ാം ക്ലാസ് കഴിഞ്ഞ് TTCക്ക് ഹയർ എലിമെൻ്ററി കഴിഞ്ഞ് TTCക്ക് പോകുന്ന സമ്പ്രദായം അവസാനിപ്പിച്ച് TTCക്ക് പോകണമെങ്കിൽ 10 ആക്കി. അതോടുകൂടി KERൽ ഇപ്പോഴും എന്ത് കിടക്കുന്നുണ്ട്? HETTC. ഇതൊന്നും നമ്മുടെ ക്ലാസ്സിലേക്ക് പറയരുത്, കാരണം അതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് ആ ഭാഗം വിട്ടുപോയ ഭാഗം നമ്മൾ എന്ത് ചെയ്യണ്ട, ഇപ്പം കാലഹരണപ്പെട്ട ഭാഗം നമ്മൾ ഒരിക്കലും പറയരുത്. ഇനി അഥവാ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് അവരുടെ സംശയം തീർത്തു കൊടുക്കണം. അപ്പോൾ HETTC എന്ന് പറഞ്ഞാൽ ഇതാ ഹയർ എലിമെൻ്ററി ടീച്ചേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റാണ്. പണ്ട് 8ാം തരം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിന് പോയിട്ട് അത് കഴിഞ്ഞാൽ അധ്യാപകനായിരുന്നു. ട്രെയിനിങ്ങിൻ്റെ ആ മിനിമം അക്കാഡമിക് ക്വാളിഫിക്കേഷൻ 10 ആക്കിയപ്പോൾ ഇങ്ങനെ ഒരാൾ ഇപ്പോഴാരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി 100 അച്യുതാനന്ദനെ പോലെ 100 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ അപൂർവം ചിലരുണ്ടാകാൻ സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. പിന്നെ എന്താ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഒന്ന് ഇപ്പൊ സാറേ, ഈ HETTC പോലെ തന്നെ ഈ ബേസിക് ട്രെയിനിങ് ഇല്ല. ഞാൻ ഡെപ്ത് കോഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ബേസിക് ട്രെയിനിങ് വടകര ബേസിക് ട്രെയിനിങ് സ്കൂൾ ആയിരുന്നില്ല അന്ന്? അതെ, ബേസിക് ട്രെയിനിങ് സ്കൂളുണ്ട്. അത് ഈ ടീച്ചേഴ്സ് സെന്ററിലൊക്കെ ബേസിക് ട്രെയിനിങ് സ്കൂൾ എന്നാ പറയാ. ഈ ബേസിക് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലേ? മഹാത്മാഗാന്ധി ഗാന്ധി പറഞ്ഞില്ലേ, ഗ്രാമങ്ങളിലാണ് ഇന്ത്യ ജീവിക്കുന്നത്. ഈ ഓരോ ഗ്രാമത്തിലെയും തൊഴിലുമായി ബന്ധപ്പെടുത്തി, ചകരി വിരിക്കലാണെങ്കിൽ നെയ്ത്താണെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി സയൻസും കണക്കും ഒക്കെ പഠിപ്പിക്കണം എന്നുള്ളതില്ലേ? അങ്ങനെ പഴയ കാലത്ത് അടിസ്ഥാന വിദ്യാഭ്യാസ ട്രെയിനിങ് ആയിരുന്നു. അതാത് ഗ്രാമത്തിലെ അന്തരീക്ഷമായിട്ട് തൊഴിലുമായിട്ട് സാമ്പത്തിക സ്ഥിതിയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗാന്ധിയൻ ഒരു വിദ്യാഭ്യാസ രീതിയാണ് ബേസിക് എഡ്യൂക്കേഷൻ. അങ്ങനെ അതിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുണ്ടായിരുന്ന രീതിയാണ് പണ്ടുണ്ടായിരുന്നത്. അതൊക്കെ മാറിപ്പോയി.
ഇപ്പോൾ പേര് മാത്രം നിൽക്കുന്നുണ്ട് ബേസിക് ട്രെയിനിങ് സ്കൂളിൽ നിന്ന്. നീലേശ്വരം ഉണ്ടെന്ന് ബേസിക് ട്രെയിനിങ് സ്കൂൾ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അതൊക്കെ മാറി TTI ആയി മാറിപ്പോയി. പിന്നെ പക്ഷേ നമ്മളവിടെ മലപ്പുറത്ത് ഒരു സ്കൂളിൽ മാനേജ്മെന്റ് ഡിസ്പ്യൂട്ട് ഉണ്ട്. അവിടെ മാനേജറായിട്ട് ആരും ഒന്നും ഏറ്റെടുത്തിട്ടില്ല. ഇപ്പൊ ഈ സേഫ്റ്റിന്റെ ഭാഗമായി സ്കൂൾ വിസിറ്റ് ചെയ്തപ്പോ അവിടെ ഉപയോഗശൂന്യമായിട്ട് ഒരു കെട്ടിടമുണ്ട്, കാലഹരണപ്പെട്ടത്. അപ്പൊ അത് പൊളിച്ചു നീക്കാൻ വേണ്ടി HMന്റെ പേരില് ഒരു പേപ്പർ കൊടുത്തു. അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറും കൊടുത്തിട്ടുണ്ട്. അതൊന്നും പോകണ്ട. അഥവാ മാനേജ്മെന്റ് ഡിസ്പ്യൂട്ട് തീർന്നു വരുമ്പോൾ കെട്ടിടം കാണിച്ചു കൊടുക്കേണ്ട ഒരു പ്രയാസവും പ്രശ്നവും. AEOനോട് മാനേജ്മെന്റ് ഏറ്റെടുത്തുകൊണ്ട് അത് പൊളിക്കാൻ പറഞ്ഞു. അവിടെ നമ്മളെ സ്റ്റാൻഡ് എന്തായിരിക്കണം HMന്റെ? അത് കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപകടാവസ്ഥയിൽ ആരാൻ്റെ കെട്ടിടമൊന്നും അങ്ങനെ പൊളിച്ചുകൂടാ. അതിനിപ്പോൾ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അപകടാവസ്ഥയിലൊക്കെ നീക്കം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരിക്ക് ഇത്തരം അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾക്ക് കലക്ടറുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ട് കലക്ടറാണ് അതിൻ്റെയൊക്കെ അധികാരി. കലക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് അങ്ങനെയൊക്കെ പൊളിക്കേണ്ടത്. ഇങ്ങനെയുള്ള സംഗതി കലക്ടർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കലക്ടർ എന്ത് ചെയ്യും? പിന്നെ അതിന് ഉത്തരവിടും. കലക്ടറുടെ ഉത്തരവിട്ട് കഴിഞ്ഞാൽ പിന്നെ മാനേജർ മരിച്ചെടുത്തൊന്നും ജീവിച്ചു വന്നാലും അതിനെന്ത് ചെയ്യാൻ പറ്റൂല, തടയാൻ പറ്റൂല. ടീച്ചർക്ക് കാണിച്ചു കൊടുക്കും. അത്തരം ഒരു കേസ് ഉണ്ടെങ്കിൽ അതിനെ അതേ മാർഗമുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞോട്ടെ അല്ലെങ്കിൽ എന്താ വേറെ വഴിയെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു അപകടാവസ്ഥയിലുള്ള റിപ്പയർ ചെയ്യാത്തൊരു കെട്ടിടം വല്ലതും ഉണ്ടെങ്കിൽ PTA പ്രസിഡന്റിനെ കൊണ്ട് ഒരു മുൻസിഫ് കോടതിയിൽ ഒരു അർജി കൊടുത്തിട്ട് ഇങ്ങനെ ഞങ്ങളുടെ കുട്ടികളൊക്കെ പഠിക്കുന്നത് ഒരു അപകടാവസ്ഥയിലുള്ള കെട്ടിടമാണ്, അത് റിപ്പയർ ചെയ്യാനുള്ള അനുമതി ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മുൻസിഫ് കോടതി എന്ത് ചെയ്യും? ഈ PTAയോട് പൊളിച്ച് നന്നായി റിപ്പയർ ചെയ്തോളാൻ പറയും. അങ്ങനെ ഒരു സംഭവം വടകര ഗണപതി സഹായം സ്കൂളിൽ ഇങ്ങനെ അപകടാവസ്ഥയിൽ നിന്നപ്പോൾ മാനേജ്മെന്റ് ഒന്നും ചെയ്യാതെ വന്നപ്പോൾ അവിടെയുള്ള PTA കോടതിയിൽ പോയിട്ട് കോടതിയിൽ നിന്നൊരു ഡയറക്ഷൻ പ്രകാരം പൊളിച്ചു വാങ്ങിയത്. അങ്ങനെ നമ്മൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഏത് മാനേജർക്കായാലും എത്ര അഗ്രഗണ്യനായാലും ഇതിൻ്റെ മുകളിൽ ടീച്ചറെയോ PTA ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് നിലവിലുള്ള വഴികൾ. ഇനി മറ്റൊരു ചെറിയ കാര്യം ജനറലായിട്ട് പറയാനുള്ളത്, ചട്ടം 43 തുടക്കത്തിൽ തന്നെ പറയുന്നത് സബ്ജക്റ്റ് ടു 44 and 45 എന്നാണ്. എന്തെന്നാ ഈ സബ്ജക്റ്റ് ടു 44 and 45? നിങ്ങളൊക്കെ RPമാരാണ്, സബ്ജില്ലകൾ ജില്ലയിൽ ക്ലാസ് എടുക്കേണ്ടവരാണ്. നിങ്ങൾ ഈ ടെക്സ്റ്റ് വായിക്കുമ്പോൾ 43 എടുക്കുമ്പോൾ തുടക്കം തന്നെ എന്താ? സബ്ജക്റ്റ് ടു റൂൾ 44 and 45 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടം 44നും 45നും വിധേയമായി. എന്താ 45, 45, 44 ഇതൊക്കെ ഹെഡ്മാഷന്മാരുടെ പ്രൊമോഷനാണ്. അപ്പോൾ ഹെഡ്മാഷന്മാരുടെ പ്രൊമോഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ എന്തിൽ അപ്ലൈ ചെയ്യാവൂ? ചട്ടം 43 അപ്ലൈ ചെയ്യാവൂ. അവിടെ പ്രാധാന്യം എന്തിനാ? 44നും 45നും. അത് ഹെഡ്മാഷന്മാരുടെ പ്രൊമോഷനാണ്. ആ പ്രൊമോഷന് വിധേയമായി എന്ന് പറഞ്ഞാൽ ആ പ്രൊമോഷന് മുൻഗണന നൽകിക്കൊണ്ട് ആ പ്രൊമോഷനെ നമ്മൾ എന്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല? 43ൻ്റെ പ്രൊമോഷൻ ഉൾപ്പെടുത്താൻ പാടില്ല. ഇപ്പം 43ൻ്റെ പ്രൊമോഷൻ എന്താ? ഹയർ ഗ്രേഡിൽ ഒഴിവുണ്ടാവുമ്പോൾ ലോവർ ഗ്രേഡിലുള്ള സീനിയറായ ക്വാളിഫൈഡായ ആളെ ഹയർ ഗ്രേഡിലേക്ക് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ് 43 പറഞ്ഞത്. അപ്പോൾ ഹെഡ്മാസ്റ്റർ പ്രൊമോഷൻ ഒരു ഹയർ ഗ്രേഡ് അല്ലേ? അസിസ്റ്റന്റ് ടീച്ചർ ലോവർ ഗ്രേഡ് അല്ലേ? അപ്പോൾ ഹെഡ്മാസ്റ്റർ പ്രൊമോഷന് ചട്ടം 43 അപ്ലൈ ചെയ്തുകൂടെ? ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് പാടില്ല എന്ന് പറയുന്നത്? ചട്ടം 44, 45 അവ ഹെഡ്മാസ്റ്റർമാരുടെ പ്രൊമോഷൻ റൂളാണ്. അതിന് വിധേയമായിട്ട് മാത്രമേ നടത്താൻ പാടുള്ളൂ? 43 നടത്താൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ ഹെഡ്മാസ്റ്ററുടെ പ്രൊമോഷൻ എന്തിൽ വരില്ല? ചട്ടം 43ൻ്റെ പരിധിയിൽ വരില്ല. അത് ക്ലിയർ ആയില്ലേ? അതായത് അതൊഴികെയുള്ള, അത് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്, ആ പ്രൊമോഷൻ അതൊഴികെയുള്ള മറ്റ് പ്രൊമോഷൻ ലോവർ ഗ്രേഡിൽ ഹയർ ഗ്രേഡിൽ ഒഴിവുണ്ടാകുമ്പോൾ ലോവർ ഗ്രേഡിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ
അവിടെ മറ്റൊരു വശവും കൂടിയുണ്ട്. സാങ്കേതികമായിട്ട് കൺസിഡറേഷൻ ഓഫ് എഫിഷ്യൻസി, നമ്മുടെ കൃപരാജ് ആദ്യം തന്നെ പറഞ്ഞ ഒരു വാക്കാത്, കൺസിഡറേഷൻ ഓഫ് എഫിഷ്യൻസി. ഈ കൺസിഡറേഷൻ ഓഫ് എഫിഷ്യൻസി നോക്കിയിട്ടാണ് ലോവർ ഗ്രേഡിലുള്ള HMN അല്ല കേട്ടോ, ലോവർ ഗ്രേഡിലുള്ള ഒരു ടീച്ചറെ ഹയർ ഗ്രേഡിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. ഉദാഹരണം നമുക്ക് എടുക്കാം, ഒരു പ്രൈമറി ടീച്ചർ ഒരു HSC ആയിട്ട് പ്രൊമോഷൻ കൊടുക്കുക, അതാണല്ലോ സാധാരണ ഒന്ന് വരുന്നത്. അങ്ങനെ പ്രൊമോഷൻ വരുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ ഒരു പ്യൂണിനെ ടീച്ചറായിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ, ആ രണ്ട് സാധാരണ നമ്മൾ പ്രൈമറി സ്കൂൾ അതാ വരുന്നത് സ്കൂളുകളിൽ. അപ്പോൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസിഡറേഷൻ ഓഫ് എഫിഷ്യൻസി, അതിന് ഒരു വിപുലമായ മീനിങ് ഉണ്ട്. എഫിഷ്യൻസി നോക്കി പ്രൊമോട്ട് ചെയ്യണം എന്നാ, എഫിഷ്യൻസി പരിഗണിക്കണം എന്നാ പറഞ്ഞത്. എന്താ ഈ എഫിഷ്യൻസി? അതെവിടെയെങ്കിലും നിർവഹിച്ചിട്ടുണ്ടോ? എവിടെ എഫിഷ്യൻസി കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്നിട്ട് പ്രൊമോഷൻ കൊടുക്കണം എന്നാ പറഞ്ഞത്. അപ്പോൾ ഈ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ കഴിവ്. ഈ കഴിവ് എങ്ങനെയാ? കഴിവ് കേടുന്ന നോക്കുന്നത് എങ്ങനെയാ? അവിടെ കോടതി പറഞ്ഞത്, ഏതെങ്കിലും ഒരു ജീവനക്കാരൻ അച്ചടക്ക നടപടിക്കൊക്കെ വിധേയമായി ശിക്ഷ ഏറ്റുവാങ്ങിയ ആളാണെങ്കിൽ അയാളെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒഴിവാക്കിയിട്ട് തൊട്ട ജൂനിയറിന് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. നമുക്കല്ല, മാനേജർക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു FTMൻ്റെ പേരിൽ അച്ചടക്ക നടപടി സസ്പെൻഷൻ വാങ്ങി അയാൾക്ക് 2 ഇൻക്രിമെൻ്റ് കിട്ടി. അല്ലെങ്കിൽ പിന്നെ അച്ചടക്ക നടപടിക്ക് വിധേയനായി 1 ഇൻക്രിമെൻ്റ് പോയി, വില കട്ട് ചെയ്തിട്ട് ശിക്ഷ വാങ്ങിയ ആളാണ്. അവിടെ ഒരു ക്ലാർക്കിൻ്റെ പോസ്റ്റ് ഒഴിവ് വന്നു. ആ ക്ലാർക്കിൻ്റെ പോസ്റ്റ് ഒഴിവ് വന്നപ്പോൾ പിന്നെ മാനേജർ എന്ത് ചെയ്തില്ല? ക്ലാർക്കിൻ്റെ പോസ്റ്റിലേക്ക് ഈ പറയുന്ന ശിക്ഷ കിട്ടിയ ക്ലാർക്കായി പ്രൊമോട്ട് ചെയ്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ക്ലാർക്കിൻ്റെ പോസ്റ്റ് ഒഴിവ് വരുമ്പോൾ ആർക്ക് പ്രൊമോട്ട് ചെയ്യണം? ക്വാളിഫൈഡ് ആയ പ്യൂണിനെ പ്രൊമോട്ട് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. പക്ഷേ മാനേജർ കൊടുക്കാതെ ആർക്ക് കൊടുത്തു? മറ്റൊരാൾക്ക് കൊടുത്തു, തൊട്ട ജൂനിയർക്ക് കൊടുത്തു. ജൂനിയർക്ക് കൊടുത്തപ്പോൾ ഈ സീനിയറായ ശിക്ഷ ഏറ്റുവാങ്ങിയ കക്ഷി കോടതിയിൽ പോയി. മാനേജറുടെ വാദം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ എഫിഷ്യൻ്റ് അല്ല എന്ന്. കാരണം ഇയാൾ കുഴപ്പമുണ്ടാക്കി ശിക്ഷ ഏറ്റുവാങ്ങിയ ആളാണ്. അപ്പോൾ കോടതി അത് ശരിവെച്ചു. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അയാളുടെ കഴിവെന്ന് പറഞ്ഞാൽ എങ്ങനത്തുള്ള കഴിവല്ല, അയാളുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടും മറ്റേത് ക്വാളിഫിക്കേഷൻ നോക്കണം, പ്രൊമോട്ട് ചെയ്യുമ്പോൾ ക്വാളിഫിക്കേഷൻ വേണം. മറ്റു തരത്തിലുള്ള എഫിഷ്യൻസി അല്ല ഉദ്ദേശിക്കുന്നത്. അയാൾക്ക് പിന്നെ ഈ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന അവസരത്തിൽ അയാളുടെ സർവീസ് പ്രീവിയസ് ഹിസ്റ്ററി, അയാളുടെ കഴിവ്, ഇതിനോട് കാണിച്ചിരിക്കുന്ന ഈ എന്തെങ്കിലും ശിക്ഷ, മറ്റൊരു കഴിവുകേട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂല, അത് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റൂല. പക്ഷേ അച്ചടക്ക നടപടിയൊക്കെ ഉള്ള ഒരാൾ, എടുക്കപ്പെട്ട ഒരാളെ നമുക്ക് പ്രൊമോഷൻ രംഗത്ത് നിന്ന് അവരെ ഒഴിവാക്കാം. ഇപ്പോൾ ഒരു അധ്യാപകൻ എന്തായാലും അയാൾ പിന്നെ HST ആയിട്ട് പ്രൊമോഷൻ, HMൻ്റെ പ്രൊമോഷനല്ല കേട്ടോ, HST ആയിട്ട് പ്രൊമോഷൻ അയാൾക്ക് കിട്ടണം, UPയിലെ ടീച്ചർക്ക്. അങ്ങനെ പ്രൊമോഷൻ കിട്ടുമ്പോൾ അവിടെ എന്താ, അയാൾ ഈ അച്ചടക്ക നടപടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ശിക്ഷയൊക്കെ വാങ്ങിയ ആളാണെങ്കിൽ അയാൾ എഫിഷ്യൻ്റ് അല്ല ഹൈസ്കൂൾ പഠിപ്പിക്കാൻ എന്ന രീതിയിൽ അയാൾക്ക് വേണമെങ്കിൽ അയാളുടെ പ്രൊമോഷൻ ഒഴിവാക്കാം, മാനേജർക്ക് കൊടുക്കുകയും ചെയ്യാം. അതാണ് കൺസിഡറേഷൻ ഓഫ് എഫിഷ്യൻസി. ഇതൊക്കെ ആരെങ്കിലും വിവരമുള്ള ഏതെങ്കിലും ക്ലാസ്സിൽ വെച്ച് വായിക്കുന്ന ആൾ ചോദിച്ചാൽ എന്താണ് ഈ 43-ാം ചട്ടത്തിൽ പറയുന്ന കൺസിഡറേഷൻ ഓഫ് എഫിഷ്യൻസി എന്ന് പറയുന്നത്, അതിന് നമ്മൾ വിശദീകരിച്ചു കൊടുക്കണം. ഇനി അടുത്തത് 44-ാം ചട്ടത്തിൽ, 44-ാം ചട്ടം ഹെഡ് മാസ്റ്റർ പ്രൊമോഷൻ അല്ലേ, ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രൊമോഷനാണ്, എല്ലാ ഹെഡ് മാസ്റ്റർ, ജനറലായിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്റർ പ്രൊമോഷനാണ് ഈ 44-ാം ചട്ടം. ഈ 44-ാം ചട്ടം പറയുന്നത് അവിടെ കൺസിഡറേഷൻ ഓഫ് എഫിഷ്യൻസി അല്ല പറയണത്. ഹെഡ് മാസ്റ്റേഴ്സ് പ്രൊമോഷൻ ഓർഡിനറിലി ബി അക്കോർഡിംഗ് ടു സീനിയോറിറ്റിയാണ്. ഓർഡിനറിലി ബി എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണഗതിയിൽ. അവിടെ എഫിഷ്യൻസി അല്ല. മറ്റേത് പറഞ്ഞത് ഡിക്ലറേഷൻ, കൺസിഡറേഷൻ ഓഫ് എഫിഷ്യൻസിയാണ് ചട്ടം 43 പറഞ്ഞത്. 44 പറഞ്ഞത് ഓർഡിനറിലി എന്ന വാക്കാ, ഓർഡിനറിലി അക്കോർഡിംഗ് ടു സീനിയോറിറ്റി എന്നാണ്. അപ്പോൾ ഓർഡിനറി എന്നുള്ളതിനെന്താ അവിടെ എന്താ? ഓർഡിനറിയും ഡിസോർഡിനറിയും. ഓർഡിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? HMനെ പ്രൊമോട്ട് ചെയ്യണം. അവിടെ ഓർഡിനറി ഉപയോഗിക്കാൻ കാരണം
മൈനോറിറ്റി സ്കൂളിലൊക്കെ വരുമ്പോൾ എന്ത് വേണ്ട, സീനിയോറിറ്റി ലിസ്റ്റ് വെച്ചിട്ട് അതിലെ സീനിയോറിറ്റിയെ പ്രൊമോട്ട് ചെയ്യേണ്ട. അതുകൊണ്ടാണ് ഈ 44-ാം ചട്ടത്തിൽ ഹെഡ്മാസ്റ്റർ പ്രൊമോഷൻ്റെ കാര്യത്തിൽ എന്തുപയോഗിച്ചിരിക്കുന്നത്? കൺസിഡറേഷൻ ഓഫ് എഫിഷ്യൻസി എന്നതിന് പകരം ഓർഡിനറിലി ബി പ്രൊമോട്ടഡ് പ്രൊമോഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ജിഷ ടീച്ചർ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ജിഷ ടീച്ചർ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. അത് രണ്ട് വ്യത്യാസം മനസ്സിലായി. രണ്ട് ചട്ടത്തിൻ്റെയും തുടങ്ങുന്ന ഓപ്പണിംഗ് സെൻറ്റൻസിൽ ഇങ്ങനെ ഒരു വ്യത്യാസം കാണാം. 43-ൽ കൺസിഡറേഷൻ ഓഫ് എഫിഷ്യൻസിയും 44-ൽ ഓർഡിനറിലി ബി പ്രൊമോട്ടഡ് ആസ് ഹെഡ് മാസ്റ്റർ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ സീനിയോറിറ്റി അനുസരിച്ച് അപ്പോൾ അസാധാരണ ഉണ്ടെന്നുള്ള കാര്യം തീർച്ചയല്ലേ. ഈ അസാധാരണ ഏതാ? അസാധാരണമാണ് ഈ മൈനോറിറ്റി റൈറ്റ് വെക്കുന്ന സ്കൂള്. അവർ സീനിയോറിറ്റി നോക്കണ്ട. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു മാനേജ്മെൻറ്റിന് ആ സ്കൂളിൽ ക്വാളിഫൈഡായ ആരുമില്ല. അപ്പോൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യാം? സാധാരണഗതിയിൽ 45C അനുസരിച്ച് താൽക്കാലികമായി സീനിയർ മോസ്റ്റ് ടീച്ചറെ സീനിയർ മോസ്റ്റ് ടീച്ചറെ HM ആയിട്ട് താൽക്കാലികമായി പ്രൊമോട്ട് ചെയ്യുക. ഇനി ഒരു മാനേജർ വിചാരിക്കുന്നത് ഈ ടെമ്പററി HM പ്രൊമോഷൻ വേണ്ട എങ്കിൽ മാനേജർക്ക് മറ്റേതെങ്കിലും സ്കൂളിൽ നിന്ന് നിർദ്ദിഷ്ട യോഗ്യതയുള്ള ആളെ കൊണ്ടുവന്ന് എവിടെ പോസ്റ്റ് ചെയ്യാം? ഈ സ്കൂൾ HM ആകാം. അപ്പോൾ ഇവിടെ 45C പോലും അവരുടെ ജോലി സുരക്ഷിതമല്ല എന്ന് നമ്മൾ ഓർമ്മിക്കണം. നമ്മുടെ അണികളെ ഓർമ്മപ്പെടുത്തുകയും വേണം. പക്ഷേ പല മാനേജരും ചെയ്യൂല. എന്താ കാരണം? ഈ മറ്റേതെങ്കിലും സ്കൂളിൽ നിന്ന് ക്വാളിഫൈഡുകാരനെ കൂട്ടിക്കൊണ്ടു വന്നാൽ ഇവിടെ ചേരുന്ന നേരം 10-40 ലക്ഷം കിട്ടുകയല്ല ഇവന് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ. അതേ അവസരത്തിൽ അവിടുത്തെ HM റിട്ടയർ ചെയ്യുന്ന അവസരത്തിൽ ഈ 45C പിടിച്ച് ടെമ്പററി ഹെഡ്മാസ്റ്ററാക്കി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 40 ലക്ഷം വാങ്ങി 50 ലക്ഷം വാങ്ങി ഒരാൾ പോസ്റ്റ് ചെയ്യാം. അത് സാധാരണഗതിയിൽ സംഭവിക്കില്ല. പക്ഷേ ചില വാശിയുടെ പുറത്ത് ഒരു സീനിയർ മോസ്റ്റ് ടീച്ചർ, ടെസ്റ്റ് പാസ്സാകാത്ത ഒരു സീനിയർ മോസ്റ്റ് ടീച്ചർക്ക് ഈ ടെമ്പററി പ്രൊമോഷൻ കൊടുക്കാതിരിക്കണമെന്ന് കൊടുക്കുന്നതിൽ അമർഷമുള്ള മാനേജർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പുറത്ത് നിന്ന് നിർദ്ദിഷ്ട യോഗ്യതയുള്ള ആളെ കൊണ്ടുവന്നിട്ട് ആ ഹെഡ് മാസ്റ്റർ ഫില്ല് ചെയ്യാം. അത് കേരള ഹൈക്കോടതിയിൽ പോയിട്ട് തർക്കം വന്നപ്പോൾ കോടതിയിൽ പോയിട്ട് എന്ത് ചെയ്തു? കോടതി പറഞ്ഞത് ക്വാളിഫിക്കേഷൻ ഇല്ല, ആരും ആ സ്കൂളിൽ ഇല്ലാത്തത് കൊണ്ടാണ് 45C ഒരു ഇടക്കാല താവളാണ്. അത് മാനേജർക്ക് വേണമെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ, ഫുള്ളി ക്വാളിഫൈഡ് ആളുകളെ കൊണ്ടുവന്ന് ആ ഹെഡ് മാസ്റ്റർ തസ്തിക ഫില്ല് ചെയ്യുന്നതിൽ യാതൊരു നിയമ തടസ്സവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങൾ ആലോചിക്കണം. ഈ 45C കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും ടെസ്റ്റ് പാസ്സാകേണ്ടെന്ന് നിൽക്കണ്ട. ഏതെങ്കിലും സമർത്ഥനായ മാനേജർ, പൈസ കാർത്തിയില്ലാത്ത മാനേജർ, പൈസ വാങ്ങാത്ത മാനേജർക്ക് വേണമെങ്കിൽ 45C പ്രൊമോട്ട് ചെയ്ത് ഫില്ല് ചെയ്യാതെ പുറത്തുനിന്ന് മറ്റേതെങ്കിലും സ്കൂളിൽ ഉള്ള കുറച്ച് സീനിയറായ അധ്യാപകനെ പിടിച്ചിട്ട് ഇവിടെ താൽക്കാലികമായി ഹെഡ് മാസ്റ്ററായി പോസ്റ്റ് ചെയ്യാം. ഇതാണ് അതിൻ്റെ നിയമപ്രശ്നം. ഇനി എന്തെങ്കിലും സാറേ, ടെറ്റിൻ്റെയും കൂടെ ഒരു ക്ലാരിഫിക്കേഷൻ ഇന്നലെ വന്ന വിധിയുമായിട്ട് ബന്ധപ്പെട്ട ഇന്നലത്തെ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോണു ഇല്ല, അത് ഒറ്റ മിനിറ്റ് കൊണ്ട് പറയാം. എന്തായാലും ചോദിച്ചില്ലേ. ഇന്നലത്തെ വന്ന വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്രാസ് ഹൈക്കോടതി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഈ പറഞ്ഞ ടെറ്റ് പാസ്സാകാത്ത ആൾക്കാർ പിരിച്ചു വിടണം. അങ്ങനെ ബോംബെ ഹൈക്കോടതി, ഈ കർണാടക ഹൈക്കോടതി, അങ്ങനെ 2-3 ഹൈക്കോടതിയിലുള്ള കേസ്, സമാനമായ കേസ് വന്നപ്പോഴാണ് സുപ്രീം കോടതി അതിൽ ഇടപെട്ടത്. അത് സുപ്രീം കോടതി പറഞ്ഞത് കേട്ടറ്റ് മാൻഡേറ്ററിയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ സെക്ഷൻ 23 പ്രകാരം, വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ സെക്ഷൻ 23 പ്രകാരം അധ്യാപകരുടെ യോഗ്യത നിർണ്ണയിക്കാനുള്ള അധികാരം സെൻട്രൽ അക്കാഡമിക് അതോറിറ്റിയായ NCTE ആണ്. അപ്പോൾ NCTE ഒരു യോഗ്യത നിശ്ചയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പുതിയ യോഗ്യത, നിലവിലുള്ള യോഗ്യതയ്ക്ക് പുറമെ ഒരു പുതിയ യോഗ്യതയും കൂടി ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നിലവിലുള്ള അധ്യാപകർ ഉൾപ്പെടെ എല്ലാവരും തന്നെ പുതുതായി ചേർന്നവർക്ക് 5 വർഷം വേണം. പുതുതായി ചേർന്നവർക്ക് ഏത് യോഗ്യതയാണ് ആ യോഗ്യത വേണം. നിലവിലുള്ള അധ്യാപകർ എന്ത് ചെയ്യണം? 5 വർഷത്തിനകം ആ യോഗ്യത നേടിയിരിക്കണം. അത് നേടാത്ത, ഇതിപ്പോൾ നമുക്ക്
കേരള ഗവൺമെൻറ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ 31/3/2012 മുമ്പ് റെഗുലർ സർവീസ് പ്രവേശിച്ചവരും 25/7/2012 മുമ്പ് 51A ക്ലെയിമൻ്റ് ആയവരെയും 43 ക്ലെയിമൻ്റ് ആയവരെയും 51B ക്ലെയിമൻ്റ് ആയവരെയും ടെസ്റ്റ് പാസ്സാതിൽ നിന്ന് ഇളവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്തരം ഇളവ് കൊടുക്കാനുള്ള അധികാരം ആർക്കില്ല? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു അധികാരമേ ഇല്ല. അധികാരം ആർക്കേ ഉള്ളൂ? സെൻട്രൽ ഗവൺമെൻറ്റിനേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെൻറ്റിന് ഇങ്ങനെ ഒരു ഇളവൊന്നും കൊടുത്തിട്ടില്ല. ഇത് 2011 വിദ്യാഭ്യാസ അവകാശ നിയമം കേരളത്തിൽ നടപ്പാക്കിയത്. നടപ്പാക്കിയ ഉടനെ തന്നെ അന്ന് വരെയുള്ള ആളുകളെ എന്ത് ചെയ്തു? എല്ലാവർക്കും ടെസ്റ്റ് അന്ന് സർവീസിലുള്ള ആളുകൾക്കൊക്കെ കേട്ടറ്റ് വേണ്ട എന്നുള്ള ഒരു എക്സംഷൻ ഉത്തരവ് GOMS 244/2012 25/7/2012 അതാണ് അതിൻ്റെ ഡേറ്റ്. ആ ജിയോ പ്രകാരമാണ് ഈ 31/3/2012 വരെയുള്ള റെഗുലർ സർവീസ് പ്രവേശിച്ചവരെയും അപ്പോൾ ഈ 51A/B 43 ക്ലെയിമൻ്റ് ആയവരെയും അക്സെപ്റ്റ് ചെയ്തത്. ആ എക്സംഷനൊക്കെ പോയി. ഏതിൻ്റെ പോയി? നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിലെ സെക്ഷൻ 23 പ്രകാരം പറയണത് ഈ സർവീസിലിരിക്കെ ഏതെങ്കിലും ഒരു യോഗ്യത കൊണ്ടുവന്നാൽ നിലവിലുള്ളവർക്ക് ഇളവ് കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല. നിലവിലുള്ളവരും പാസ്സാവണം. എന്ത്? 5 കൊല്ലത്തിന് ഉള്ളിൽ. ഇപ്പം കോടതി ഒരു ഇളവ് കൊടുത്ത എന്താന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റിന് 5 കൊല്ലം ബാക്കിയുള്ളവരെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഈ കേട്ടറ്റ് പാസ്സാവുന്നതിൽ നിന്ന് ഇളവ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ രത്ന ചുരുക്കം. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്തോളുക? സർവീസിലുള്ളവരൊക്കെ കേട്ടറ്റ് വേഗത്തിൽ പാസ്സായിക്കൊള്ളുക. ഇനി കേരള ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റൂല? എക്സംഷൻ നേരത്തെ കൊടുത്ത എക്സംഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ കൊടുക്കാനും പറ്റൂല. പക്ഷേ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ ഈ ടീച്ചർമാർക്ക് ഇതിനായി പ്രത്യേകം കോഴ്സ് കൊടുത്ത് ഒരു ഇൻറ്റേർണൽ പരീക്ഷയൊക്കെ ചില സ്റ്റേറ്റിൽ നടത്തിയിട്ട് അവരെയൊക്കെ പാസ്സാക്കി വിട്ടിട്ടുണ്ട്. അതേപോലെ കേരളത്തിൽ ഇനി ഈ എക്സംപ്റ്റഡ് ആയിട്ട് 12 മുമ്പ് എക്സംപ്റ്റ് ചെയ്തിട്ട് ആളുണ്ടല്ലോ, അവർക്കെല്ലാം വേണ്ടിയിട്ട് ഒരാഴ്ചത്തെയോ 2 ആഴ്ചത്തെയോ ട്രെയിനിങ് എല്ലാം കൊടുത്ത് കോഴ്സെല്ലാം കൊടുത്ത് അവർക്ക് അവിടെ വെച്ച് ഒരു പരീക്ഷ നടത്തി എന്നിട്ട് കേട്ടറ്റ് പാസ്സായതായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് തൽക്കാലം തടി ഒഴിവാക്കാനുള്ള വല്ല കുറുക്ക് വഴി നോക്കുമെന്നല്ലാതെ സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കുന്ന അവസരത്തിൽ ആ ഒരു എക്സംഷൻ ബേസിൽ ഇനി ആർക്കും ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിച്ച് കോടതിയിൽ പോകാനോ, കോടതി പോയിട്ട് കാര്യമില്ല, കോടതി എടുക്കുകയല്ല, സുപ്രീം കോടതി വരെ പോകാം. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് കേരള ഹൈക്കോടതി പോയാൽ ഒരു സ്റ്റേ കിട്ടിക്കൂടായികയില്ല. ചില വക്കീൽമാരൊക്കെ കേസ് എടുക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട്. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ എല്ലാവരും പാസ്സായേ പറ്റൂ. ജോലി കയറണമെങ്കിൽ, പുതുതായിട്ട് ആൾക്ക് ജോലി കയറണമെങ്കിൽ കേട്ടിട്ട് വേണം. 12 വരെ ഉള്ളവർക്ക് എക്സംഷൻ നേരത്തെ ഗവൺമെൻറ് കൊടുത്തെങ്കിലും ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ എക്സംഷനൊക്കെ പോയി. ഈ എക്സംഷൻ ഇപ്പോൾ ഉള്ളത് ആർക്കേ ഉള്ളൂ? റിട്ടയർമെൻറ്റ് 5 വർഷം കഴിയുന്നവർക്ക്, ബാക്കിയുള്ളവർക്ക് മാത്രമേ ഇപ്പം കോടതി വിധി പ്രകാരം എക്സംഷൻ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ 100% അതിനെപ്പറ്റി പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ ക്ലാസ്സും കൂടെ നടത്തേണ്ടി വരും അല്ലേ മാഷേ? അത് ഹെഡ്മാഷക്കും വേണ്ടി വരും. അല്ല, ഈസി ആയിട്ട് ഒരു പരീക്ഷ നടത്തി പാസ്സാക്കുക. എന്താണ് അങ്ങനെയൊക്കെയാ ചെയ്തതെന്ന് പറയുന്നത്. ചോദിച്ചില്ലേ? HM പ്രൊമോഷൻ ഇപ്പം നമ്മുടെ 5 വർഷത്തെ എക്സംഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ HM പ്രൊമോഷന് സാധ്യതയുള്ളവർക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ അവര് ടെറ്റ് പാസ്സായിരിക്കണം എന്നല്ലേ സാറേ അതിലെ? പ്രൊമോഷനിൽ ടെറ്റ് പാസ്സാവണമെന്നാ. അതിപ്പോ എനിക്ക് തോന്നുന്നത് HM പ്രൊമോഷൻ ആണെന്ന് തോന്നുന്നില്ല. അത് പ്രൊമോഷൻ എന്നേ പറഞ്ഞിട്ടുള്ളെങ്കിൽ പോലും അത് ഈ ജോലിയുടെ സ്വഭാവം മാറുന്ന. ഇപ്പം അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്മാഷ് പ്രൈമറി HM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അധ്യാപകന് ആ ക്ലാസ്സിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. മറ്റേ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാ? ഹൈസ്കൂളിലേക്ക് കാറ്റഗറി മാറി പഠിപ്പിക്കുന്നതാണ്. ഇവിടെ കാറ്റഗറി മാറിയില്ല, ക്ലാസ് ചാർജ് എല്ലാം ഉണ്ട് പ്രൈമറി സ്കൂൾ ഹെഡ്മാഷന്മാർക്ക്. അതുകൊണ്ട് പ്രൈമറി സ്കൂൾ ഹെഡ്മാഷന്മാരുടെ കാര്യത്തിൽ വേണമെങ്കിൽ ഗവൺമെൻറ്റൊക്കെ ശ്രദ്ധപ്പെടുത്തിയിട്ട്
അതായത് നേരത്തെ പഠിപ്പിച്ച ക്ലാസ്സിൽ തന്നെയാണ് പഠിപ്പിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ റിവേർഷൻ വരുമ്പോഴൊക്കെ എന്ത് ചെയ്യാം? പിടിച്ചു നിൽക്കാം. സാധ്യതയുണ്ട്. ആ, ഒരു ലൂപ്പ് ഹോൾ മാത്രമേ ഞാൻ പറഞ്ഞു. റിവേഴ്സിന്റെ പ്രശ്നമില്ലെങ്കിലും പ്രയാസം വരുമല്ലോ. ഇല്ല, HM ആകാൻ എനിക്ക് തോന്നുന്നത് HM-ന്റെ കാര്യത്തിലല്ല ഉത്തരവ് വന്നത്. ഹയർ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സെക്കൻഡറിയിൽ നിന്ന് സെക്കൻഡറിക്കാർ ഇതിൻ്റെ അകത്ത് വിടൂല്ലല്ലോ. 8ാം ക്ലാസ് വരെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ടല്ലേ. 8ാം ക്ലാസ് കഴിഞ്ഞ് ഹൈസ്കൂളുകാർക്ക് 8 വരെയുള്ളൂ. 9ഉം 10നും പിന്നെ ഇത് വിഷയമല്ലല്ലോ ഈ പറയുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം. ഇത് നമുക്കിനി ഒന്നുമില്ലല്ലോ. എന്തായാലും കൃപരാജിന്റെ ക്ലാസ് വളരെ നന്നായിട്ടുണ്ട്. കൃപരാജിനെയൊക്കെ നമ്മളിനി വളർത്തി കൊണ്ടുവരേണ്ടതാണ്. മറ്റുള്ളവർ വളർത്തണ്ടെന്ന് പറഞ്ഞതിലല്ല അർത്ഥം. കൃപരാജ് മാഷ് വളർന്നു കഴിഞ്ഞു മാഷെ. നീ പന്തലിക്ക് പോകുന്നു. കുറച്ചും കൂടി ഈ കൂകി തെളിയാന്ന് പറയുന്നില്ലേ, കുറച്ച് ക്ലാസ് നിരന്തരമായിട്ട് എടുക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ സംശയം ചോദിക്കും. ഇന്ന് ചോദിച്ച പോലെ സംശയം ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി പഠിക്കും. അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ കുറേ സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ പണ്ട് ചോദിച്ച സംശയമായിരിക്കും പിന്നെയും ചോദിക്കുക, പിന്നെ പുതിയ ആൾ ചോദിക്കുന്നുണ്ടാവുക. അപ്പം ചോദിക്കുന്നത് തുടക്കത്തിൽ തന്നെ അറിയാം നമുക്ക് ഏത് സംശയമാണ് ചോദിക്കാൻ പോകുന്നതെന്ന്. അപ്പം തന്നെ ഉത്തരം മനസ്സിലുണ്ടാവും. കൃപരാജ് മാഷെ, ഇതിൽ പരം ഒരു വലിയ അംഗീകാരം കിട്ടാനില്ല. ശ്രീധരൻ മാഷിന്റെ അത് പിന്നെ മാഷിന്റെ ഒരു ക്ലാസ് വളരെ നന്നായിരുന്നു. നമുക്ക് എല്ലാ